ചില ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ റഷ്യൻ സഭയുമായി യോജിക്കുവാനുള്ള പരിശ്രമത്തെക്കുറിച്ച് ആണ് നമ്മൾ സംസാരിക്കുന്നത്. റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായി യോജിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം നടത്തിയിരുന്നു. ആ പരിശ്രമങ്ങൾ ചില ദശാബ്ദങ്ങൾ നീണ്ടു നിന്നിരുന്നു. അതിനെ സംബന്ധിക്കുന്ന ചരിത്രപരമായ തെളിവുകളും രേഖകളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊന്നിച്ച് ഈ വിഷയം ചർച്ച ചെയ്യുവാൻ നമ്മോടുകൂടെ കേംബ്രിഡ്ജിൽ നിന്ന് ഡോക്ടർ സാറ നൈറ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ ചർച്ചയിലേക്ക് ഡോക്ടർ സാറ നൈറ്റിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഡോക്ടർ സാറ നൈറ്റ്. Thank you, Shibu. Thank you for inviting me to give this discussion with you. ഇപ്പോൾ നമ്മളിവിടെ ഈ റഷ്യൻ സഭയുമായിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം യോജിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടന്നതായിട്ട് പലർക്കും അറിയത്തില്ല. റഷ്യയുമായിട്ടൊരു ബൈലാറ്ററൽ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു വിദൂര സഹോദരി സഭ എന്ന നിലയ്ക്കുള്ള സൗഹൃദ സന്ദർശനങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ എന്ന വിധത്തിലാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന അൽമായരും ഈവൻ വൈദികരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്നും വളരെയധികം ഉപദേശ വ്യത്യാസങ്ങൾ സാംസ്കാരികമായും ദൈവശാസ്ത്രപരമായും അനുഷ്ഠാനപരമായും വിശ്വാസപരമായും എല്ലാം വളരെ വ്യത്യാസങ്ങളുള്ള റഷ്യൻ സഭയുമായി യോജിക്കുവാൻ അല്ലെങ്കിൽ റഷ്യൻ സഭയ്ക്ക് കീഴ്പ്പെടുവാനുള്ള ആഗ്രഹവും അതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് നടന്നിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ശരിക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ അൽമായർക്ക് തന്നെ ഇറ്റ് ഈസ് എ ഷോക്കിംഗ് റെവലേഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. അപ്പൊ എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? ഇത് എത്ര നാളായിട്ട് ഇവരുടെ ബന്ധം തുടരുന്നു? ഈ ബന്ധം തുടങ്ങിയത് 1931 അതായത് ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ കേരളത്തിലുള്ള ആ സമയത്ത്. അപ്പൊ നമ്മൾ അതിന്റെ പാരലലായിട്ട് ഇത് കാണുവാൻ സാധിക്കും. ഫാദർ ആൻഡ്രോണിക് എന്ന് പറയുന്ന ഒരു സന്യാസി, റഷ്യൻ ഓർത്തഡോക്സ് സന്യാസി, പഴയ സെമിനാരിയിൽ എത്തിച്ചേരുകയും അവിടെ കുറെ നാൾ താമസിക്കുകയും ചെയ്തു. അന്ന് മുതലുണ്ടായ ആ ചെറിയ സ്നേഹബന്ധം പിന്നീട് വളരെയേറെ പ്രസക്തമായ രീതിയിൽ സഭയെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ അല്ലെ അന്ന് 1931 മെത്രാൻ കഷി എന്ന് യാക്കോബായക്കാർ വിളിച്ചിരുന്ന ആ കൂട്ടരെ വളരെ പ്രസക്തമായ രീതിയിൽ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള തരത്തിലേക്ക് ആ ചർച്ചകൾ അടുത്ത 32 വർഷത്തേക്ക് നീണ്ടുപോയി. ഇത് ചരിത്ര വസ്തുതയാണ്. അതിനുള്ള തെളിവുകൾ റഷ്യക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിന്റെ സോഴ്സസ് ദയവേത് ഷിബു അതൊന്ന് സ്ക്രീനിൽ കാണിക്കാമോ? മങ്ക് തിയഡോർ സ്റ്റാൻവേ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ ന്യൂയോർക്കിലെ സെയിന്റ് വ്ളാഡിമിർ മൊനാസ്ട്രിയിലെ ഒരു ദേറാക്കാരനാണ്. അദ്ദേഹം 2019 പബ്ലിഷ് ചെയ്ത ഒരു റിസർച്ച് പേപ്പർ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് പെർപെച്വൽ എംബേഴ്സ്, അതായത് കെടാത്ത കനലുകൾ, പെർപെച്വൽ എംബേഴ്സ്, എ ക്രോണിക്കൽ ഓഫ് റോക്കോസ് മിഷനറി എഫർട്സ് ഇൻ ഇന്ത്യ. റോക്കോർ എന്നുള്ളത് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് ഇൻ യൂറോപ്പ് എന്നുള്ളതിന്റെ റഷ്യൻ ഭാഷയിലുള്ള ഒരു അക്രോണിമാണ്. അതിന്റെ ചരിത്രം എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ 3 ഭാഗങ്ങളായിട്ടാണ് മങ്ക് തിയഡോർ സ്റ്റാൻവേ ഇതിനെ വളരെ ദീർഘമായി പ്രതിപാദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഫാദർ ആൻഡ്രോണിക്ക് ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട്, 18 years in India. അൺഫോർച്ചുനേറ്റ്ലി ദിസ് ബുക്ക് ഇസ് ഇൻ റഷ്യൻ ലാംഗ്വേജ്. അതുകൊണ്ട് എനിക്ക് അത് വായിക്കാനായിട്ട് ഒത്തിട്ടില്ല. ആ പുസ്തകം എഴുതിയ ആള് തന്നെ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് ലേഖനം നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ഇന്റർനെറ്റിൽ വായിച്ച് എടുക്കുവാൻ സാധിക്കും. അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. രണ്ടാമതായി മറ്റൊരു ആധികാരികമായ പേപ്പറും ഇറങ്ങിയിട്ടുണ്ട്. അത് ഷിബു അദ്ദേഹത്തിന്റെ പേര് കാണുന്നില്ലല്ലോ ഇതില്. അദ്ദേഹത്തിന്റെ പേര് നിക്കലസ് മെയ്ബിൻ എന്നാണ്, MEBIN. ഓക്കെ, നിക്കലസ് മെയ്ബിൻ. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിന്റെ പേര് റഷ്യൻ എക്സൈൽസ് ആൻഡ് ദി ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച്, അതായത് പ്രവാസികളായ റഷ്യക്കാരും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയും 1931 മുതൽ 39 വരെയുള്ള ചരിത്രമെന്നാണ് അദ്ദേഹം അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഈ 2 ലേഖകരും ഈ 32 വർഷത്തെ ചരിത്രവും കൊടുത്തിട്ടുണ്ട്. അത് സുദീർഘമാണ്. ചിലപ്പോൾ ക്രോണോളജിക്കൽ ഓർഡറിലല്ല അവർ ചരിത്രം പറയുന്നത്. അതുകൊണ്ട് സൂക്ഷ്മമായി വായിച്ച് നോട്ട്സ് എഴുതിയെടുത്താലേ അതിന്റെ കാലക്രമം അനുസരിച്ചുള്ള പുരോഗമനം നമുക്ക് ഗ്രാഹ്യമാകുകയുള്ളൂ. ഏതായാലും പേരുകളും തീയതികളും സ്ഥലങ്ങളും എല്ലാം കൊടുത്തുകൊണ്ടുള്ള കൃത്യമായ ചരിത്ര വിവരണമാണ് രണ്ടുപേരും കൊടുക്കുന്നത്. എനിക്ക് എന്നിട്ടും വിശ്വാസ്യത പോരാഞ്ഞിട്ട് ഞാൻ ഫാദർ ആൻഡ്രോണിക്
ഫാദർ തിയോഡോർ സ്റ്റാൻവേ എന്ന് പറയുന്ന നമ്മുടെ സമകാലീനനായ ദേറാക്കാരനുമായി ടെലിഫോണിൽ കുറെ നാളുകൾ ഇതിനെപ്പറ്റി സംശയങ്ങൾ ചോദിക്കുകയും അദ്ദേഹം അതെല്ലാം വിശദീകരിച്ചു തരികയും ചെയ്തിരുന്നു. അതായത് വ്ളാഡിമിർ സെമിനാരിയിൽ ഇപ്പോൾ താമസിക്കുന്ന മോങ്ക് തിയോഡോറുമായിട്ട് ഡോക്ടർ സാറാ നൈറ്റ് ടെലിഫോണിൽ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ കൂടുതലായി സൂക്ഷ്മമായി ചോദിച്ചറിയുകയും ഇത് കൃത്യമായ ഒരു ചരിത്രമെന്ന് റഷ്യൻ സൈഡിൽ നിന്ന്, അതായത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം പുറത്തു പറയാൻ മടിക്കുന്നതും മറച്ചു വെക്കുന്നതുമായ സത്യങ്ങൾ റഷ്യക്കാര് പരസ്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ റഷ്യൻ ബാന്ധവം, ഇന്ത്യൻ ഓർത്തഡോക്സ് ആയിട്ട് റഷ്യൻ ബാന്ധവം, അതായത് വിദേശത്ത് നിന്ന് ഞങ്ങൾക്കൊന്നും വേണ്ട, വിദേശത്ത് നിന്ന് ആരും വേണ്ട, ഞങ്ങൾക്ക് വിദേശത്തുള്ളവരുടെ അടിമകളാകണ്ട എന്നൊക്കെ പറഞ്ഞ് വൈദേശിക വൈരാഗ്യം ജനിപ്പിക്കുന്ന വിധത്തിൽ, അതായത് വിദേശാധിപത്യത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ രഹസ്യമായി അവർ റഷ്യയുമായി ബന്ധപ്പെടാൻ പരിശ്രമിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ നേതൃത്വം കാട്ടിയ ഇരട്ടത്താപ്പിന്റെ ഒരു തെളിവാണ്. അത് ലഘുവായ കാര്യവുമായിരുന്നില്ല. സ്നേഹബന്ധമോ സഹോദരി സഭകളെ പോലെ നിൽക്കാമെന്നുള്ള തരത്തിലുള്ള ചർച്ചകളോ അങ്ങനെ നിസ്സാരമായി ഇതിനെ ഒരിക്കലും കരുതാൻ സാധിക്കില്ല. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ റഷ്യൻ പാത്രിയർക്കീസിന് അടിയറ പറഞ്ഞ് അവരുടെ കീഴിൽ നിന്നുകൊള്ളുന്ന തരത്തിലുള്ള ഒരു സഭയായി തീരുവാൻ അവർ ആഗ്രഹിച്ചു, റഷ്യക്കാരും അതുപോലെ ആഗ്രഹിച്ചു. അതിനാണ് കൂടെ കൂടെ മധ്യസ്ഥന്മാരെ അയക്കുകയും ചർച്ചകൾ, ദീർഘമായ ചർച്ചകൾ നീണ്ടുപോവുകയും ചെയ്തത്. റഷ്യക്കാർ പല വിധത്തിലും ഇതിനെ മധുരീകരിക്കുവാൻ പുസ്തകങ്ങൾ കൊടുക്കുകയും ധനസഹായം ചെയ്യുകയും അവിടെ കേരളത്തിൽ മലമ്പ്രദേശത്ത് സ്ഥലം മേടിച്ചു ഈ ആൻഡ്രോണിക്കിന് താമസിക്കുവാൻ സൗകര്യം ഒരുക്കി കൊടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ഒടുവിൽ ഓഫ് കോഴ്സ് തിയോളജി ആൻഡ് ഡോക്ട്രിൻ ആ വിഷയമാണ് നീണ്ടു പോയത്. അപ്പോഴേക്കും ഈ ആൻഡ്രോണിക് എന്ന് പറയുന്ന ദേറാക്കാരനിലൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ വലിയ തോക്കുകളെ അവർ ഇറക്കി. വലിയ തോക്കുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഓർഡറിൽ പോവാം. ഇപ്പൊ 1931 ഈ ചർച്ചകള് ഇന്ത്യൻ ഓർത്തഡോക്സ് റഷ്യയുമായിട്ട് ആരംഭിക്കുന്നത്. അപ്പൊ അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലേക്ക് പ്രവാസിയായിട്ട് വന്ന അന്ത്രോണിക്ക് എന്ന് പറയുന്ന ഒരു റഷ്യൻ പുരോഹിതൻ ഇന്ത്യയിൽ അനുഗ്രഹിക്കപ്പെട്ട സുറിയാനി സഭയെക്കുറിച്ച് കേൾക്കുകയും ആ സഭയെ സന്ദർശിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയുമാണ്. അങ്ങനെ കേരളത്തിൽ 1931 ആന്റോണിക്ക് എത്തിച്ചേരുന്നു. ആന്റോണിക്ക് കേരളത്തിൽ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ വിത്തുകൾ വിതയ്ക്കാൻ ഏറ്റവും വളരെ ഫലഭൂയിഷ്ടമായ മണ്ണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം എന്ന് വിളിക്കപ്പെടുന്ന മെത്രാൻ കക്ഷി വിഭാഗമാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയും അങ്ങനെ ദേവലോകം സഭയുമായി ചങ്ങാത്തത്തിലാവുകയും ചെയ്തു. ഇതാണ് അതിന്റെ ഒരു പശ്ചാത്തലം. അന്ന് കത്തോലിക്കോസ് ആയിരുന്നത് മാർ ബസേലിയോസ് ഗീവർഗീസ് രണ്ടാമൻ എന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹം പഴയ സെമിനാരിയിൽ താമസിച്ചുകൊണ്ട് കത്തോലിക്ക ബാബായുമായിട്ടും മറ്റു സെമിനാരികളിലെ അധ്യാപകരുമായിട്ടും ദീർഘമായ ചർച്ചകൾ നടത്തി. വളരെ പ്രോത്സാഹന രീതിയിലായിരുന്നു ചർച്ചകൾ നീങ്ങിയത്. അതുകൊണ്ട് ഫാദർ ആൻഡ്രോണിക്ക് തിരികെ ചെന്ന് ഇവരെ എങ്ങനെയെങ്കിലും യൂറോപ്പിൽ എവിടെയെങ്കിലും കൊണ്ടുവരുവാൻ ഉത്സാഹിച്ചു. അതായത് തിരുവിതാംകൂർ മഹാരാജ്ഞി യാക്കോബായ സഭയ്ക്ക് ദാനം നൽകിയ സ്ഥലത്ത് പണിത പഴയ സെമിനാരിയിൽ സുറിയാനി സഭയുടെ ബദ്ധശത്രു ആയിരിക്കുന്ന റഷ്യൻ പുരോഹിതനെ ഇവർ ഒളിച്ചു താമസിപ്പിക്കുകയാണ് ചെയ്തത്. സുറിയാനി സഭയോടും പിതാക്കന്മാരോടും സത്യവിശ്വാസത്തോടും എത്രമാത്രം നെറികേടാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ഇതിലൂടെ കാണിച്ചത്. ഇപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഒരു ആമുഖം പറയുകയാണെങ്കിൽ ഈ പലപ്പോഴും നമ്മുടെ കേൾവിക്കാരോർക്കും ഇത്രമാത്രം വൈരാഗ്യം, ഈ വൈരാഗ്യം വെറുപ്പും ഒന്നും നമുക്കല്ല ഉള്ളത്. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, എല്ലാ വർഷവും ഈ പറയുന്ന ഗ്രീക്ക് സഭകളും റഷ്യൻ സഭകളും ഓർത്തഡോക്സ് സൺഡേ എന്ന് പറഞ്ഞ് ഒരു ഞായറാഴ്ച ആചരിക്കും. അന്ന് അവർ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുറിയാനി സഭയെയും ആ സഭയുടെ വിശ്വാസത്തെയും ആ സഭയുടെ പിതാക്കന്മാരെയും എണ്ണി പേരെടുത്ത് പറഞ്ഞ് ശപിക്കും. അങ്ങനെ ഒരു ചടങ്ങ് അവർ നടത്തുന്നുണ്ട്. ഇപ്പോ അതിന്റെ ഒരു ചെറിയ ദൃശ്യം വേണമെങ്കിൽ ഞാൻ കാണിക്കാം. കൂടുതലായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. എങ്കിലും നമ്മുടെ അറിവില്ലാത്ത ആളുകൾക്ക് വേണ്ടി, അറിവില്ലെന്ന് ഞാൻ പറഞ്ഞ അറിവല്ല, ഈ പരിചയമില്ലാത്ത, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി അത് ചെറുതായിട്ട് വേണമെങ്കിൽ ഒരു സെക്കൻഡ് കാണിക്കും. ഇവർ അത്രമാത്രം ഈ സഭയെ വെറുക്കുന്നുവെന്ന്, അത്രമാത്രം വെറുപ്പുള്ളവരെയാണ് ഇവർ സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇത് കാണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. пришествие в мир Сына Божия во плоти, иго вольное страдание, смерть и воскресение. Им благодати и искупления Евангелием проповеданного, яко единственного нашего по оправданию пред Богом средства.
പേരെടുത്ത് പറഞ്ഞ് ശപിക്കുന്നതാണ്. ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അപ്പൊ എന്ന് പറഞ്ഞാൽ സുറിയാനി സഭയുടെ പാരമ്പര്യത്തോടും പൈതൃകത്തോടും വിശ്വാസത്തോടും ഉപദേശത്തോടും അത്രമാത്രം അസഹിഷ്ണുത സൂക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് ഈ റഷ്യൻ സഭയും ഗ്രീക്ക് സഭയും ഒക്കെ. അങ്ങനെ അത്രമാത്രം വെറുപ്പ് സൂക്ഷിക്കുന്ന ആ റഷ്യൻ സഭയാണ് ഇവർ സ്വീകരിച്ച്, അതായത് ഈ ബാന്ധവം തുടങ്ങി 1931 ഇതിനകത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. ഈ കഴിഞ്ഞ 2023 ഓർത്തഡോക്സ് സൺഡേയിൽ ഈ ഗ്രീക്കുകാർ ശപിക്കുന്ന ഒരു വീഡിയോ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തപ്പോൾ അവർ ഇന്ത്യയിൽ നിന്ന് ശപിക്കുന്നത് ബെസേലിയോസ് തോമസ് അനാത്തമ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തോമസ് പ്രഥമ ബാവയാണ് ശപിക്കുന്നത്. പക്ഷെ പൗലോസ് തിതിയനെ എന്ത് ചെയ്തിട്ടില്ല, പൗലോസ് തിതിയനെ മാത്യൂസ് പ്രഥമനെ ഒന്നും ഒരു കാലത്ത് അവർ ശപിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ 2023 തോമസ് പ്രഥമൻ ബാവയെ ശപിക്കുന്ന ഗ്രീക്കുകാരും റഷ്യക്കാരും ഈ മത്തായി 3 കാതോലിക്ക ബാവ അവരുടെ ഗുഡ് ബുക്കിലാണ് അവർ നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ ഓർത്തഡോക്സ് ആണെന്നും ഇവർ സുറിയാനിക്കാരാണ്. ഇവർ ഇന്നലെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓറിയന്റലാന്ന് പറയുന്നത്. റഷ്യൻ സഭയുടെ ഗുഡ് ബുക്കിൽ ഇരിക്കുന്ന ഇവരെങ്ങനെ ഓറിയന്റൽ സഭയിലെ അംഗമാവും? അതാണ് നമ്മുടെ പ്രസക്തമായ ചോദ്യം. ഞാനിത് അനേക വർഷങ്ങളായി അറിഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ഇതുവരെയും ഇതൊക്കെ വെളിപ്പെടുത്തുവാനായി ഞാൻ മടിച്ചു. പക്ഷേ ഇപ്പോൾ ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊരു വിരോധാഭാസമാണിത് എന്ന് ഉള്ള ഒരു വസ്തുത കൊണ്ട് മാത്രമാണ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുവാൻ ഞാനും തുനിഞ്ഞത്. നമുക്ക് അതിന്റെ ഒരു 34 ആയപ്പോഴേക്കും 1934 ഗീവർഗീസ് ദ്വിതീയന്റെ യെരുശലേം സന്ദർശനമുണ്ട്. യെരുശലേം അത് ഫാദർ ആൻഡ്രോണിക്കിന്റെ ക്ഷണനപ്രകാരം റഷ്യക്കാര് അറേഞ്ച് ചെയ്തതാണ്. നമ്മൾ ഓർത്തിരിക്കണം, ബോൾഷെവിക് വിപ്ലവം നടന്നത് മൂലം റഷ്യ ഒരു അയൺ കേർട്ടന്റെ പുറകിലായി പോയി. അതുകൊണ്ട് റഷ്യയിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് റഷ്യൻ ദല്ലാളുകളും മധ്യസ്ഥന്മാരുമായി ചർച്ചയ്ക്ക് വേണ്ടി മറ്റു പല സ്ഥലങ്ങളിലാണ് മീറ്റ് ചെയ്തത്. പിന്നെ റഷ്യക്കാരുടെ നിലപാട് അല്പം മയപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് ഇവർക്ക് റഷ്യയിലേക്ക് പോകാൻ സാധ്യത തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ അവർ ആ കാലത്ത് ഈ ചർച്ചയ്ക്കായി റഷ്യയിൽ പോവുകയുണ്ടായിട്ടില്ല. എനിവേ, ആദ്യത്തെ ചർച്ച യെരുശലേമിൽ വെച്ചായിരുന്നു. 1934 അത് ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ബസേലിയോസ് ഗീവർഗീസ് കാത്തോലിക്കോസ് അങ്ങോട്ട് പോയത്. പക്ഷെ പേരിന് വേണ്ടി എന്ന് നമുക്ക് തോന്നാം ഇപ്പോൾ. അദ്ദേഹം ആദ്യമേ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ അന്നത്തെ പാത്രിക്കീസ് ആയിരുന്ന മാർ എഫ്രേം ബർസോം ബാബായെ പോയി കണ്ട് ആദ്യത്തെ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന തന്റെ മേലും തന്റെ മെത്രാന്മാരുടെ മേലുമുള്ള എക്സ്കമ്മ്യൂണിക്കേഷൻ, അതിന്റെ മലയാളം ഒന്ന് ഓർപ്പിക്കാമോ എന്നെ? മുടക്ക് തീർത്തു കൊടുക്കുവാൻ അപേക്ഷിച്ചു. മാർ എഫ്രേം ബർസോം ബാബ പറഞ്ഞു, തീർച്ചയായും നിങ്ങളെ ഞാൻ 2 കൈയും കൊണ്ട് സ്വീകരിക്കാം. പക്ഷെ നിങ്ങൾ ആദ്യമേ വന്ന് ശരിയായ പട്ടത്വം സ്വീകരിക്കുക. അത് ആ ഒരു മാർഗമല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. നിങ്ങൾ ഒരാള് എന്റെ അടുത്ത് വരിക, പിന്നെ കാലക്രമേണ ഓരോരുത്തരെയും കൊണ്ടുവരിക. നീ ആദ്യമേ കാതോലിക്കോസ് വരിക. പക്ഷെ അതിന് അദ്ദേഹം കൂട്ടാക്കിയില്ല. അപ്പോൾ നേരെ തന്നെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ദിസ് വാസ് ഓൾറെഡി പ്രീ അറേഞ്ച്ഡ്. റഷ്യൻ ഡെലിഗേഷനുമായി മീറ്റ് ചെയ്യാൻ പോയി. അതായത് റഷ്യക്കാര് നമ്മളെ ശീഷ്മക്കാരും പാഷണ്ടികളുമായിട്ടാണ് കണക്കാക്കുന്നത്. ഷീസ്മാറ്റിക്സ് ആൻഡ് ഹെററ്റിക്സ് എന്ന് റഷ്യക്കാര് വിളിക്കുന്ന സുറിയാനി സഭയുടെ ഔദ്യോഗികമായ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് റഷ്യക്കാരുമായിട്ട് ചർച്ച ചെയ്യുവാൻ യെരുശലേമിൽ ഇദ്ദേഹം തുനിഞ്ഞു. ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാബ അന്ന് വെച്ച സ്റ്റേറ്റ്മെന്റ്, ഹി വാസ് മച്ച് അട്രാക്റ്റഡ് ബൈ ദ ഐഡിയ ഓഫ് റീച്ചിങ് കംപ്ലീറ്റ് യൂണിറ്റി. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. അത് അദ്ദേഹത്തിന്റെ പേര് റഷ്യൻ ആർച്ച് ബിഷപ്പ് അനസ്താസി. അദ്ദേഹത്തെ അവരുടെ മൊണാസ്ട്രിയിൽ പോയി താമസിച്ചു. അവരോട് പറഞ്ഞ വാചകം, he was much attracted by the idea of reaching complete unity, അല്ലാതെ സഹോദരി സഭകളെ പോലെ ബന്ധമല്ല, with the Russian Orthodox Church എന്ന് പറഞ്ഞ് അവരോട് ആവശ്യപ്പെട്ടത്, they requested that the Russian Church send missionaries to India to facilitate this union. The Russians were naturally delighted. അവർക്ക് ഇതിൽ പരം സന്തോഷമുള്ള വാർത്ത കേൾക്കാനില്ല. കാരണം അതിന് പുറകിലോട്ടുള്ള ഒരു 50 വർഷം എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ ഒന്ന് കയറിപ്പറ്റി ബ്രിട്ടീഷുകാരെ തകിടം മറിക്കുവാൻ അവർ ആഗ്രഹിച്ചുകൊണ്ട് ബ്ലാക്ക് സീയിലും മെഡിറ്ററേനിയൻ കടലിലും ഒക്കെ കൊടിസുകൾ ഉണ്ടാക്കി. അതൊന്നും സാധിക്കാതെ വന്നപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ കൂടെ കയറിപ്പറ്റാൻ ശ്രമിച്ചു. ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു റഷ്യൻ പെർസ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ അത് കേവലം നമുക്കൊരു എക്ലീസിയാസ്റ്റിക്കൽ റലത്തിൽ പരിമിതപ്പെടുത്താവുന്നതല്ല. അതിനൊരു വലിയ പൊളിറ്റിക്കൽ റലമാണ്. Absolutely, there was a political agenda. അവര് റഷ്യക്കാര് നോക്കിയപ്പം യൂറോപ്പിലെ മറ്റു പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കെല്ലാം കോളനികളുണ്ട്. കോളനികളിൽ നിന്നും കച്ചവടം മൂലം നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ജർമ്മൻസിനും റഷ്യൻസിനും ഇത് തന്നെയായിരുന്നു ഒരു കണ്ണുകടി. റഷ്യക്കാർക്ക് പ്രത്യേകിച്ചും റഷ്യക്കാരുടെ. അപ്പോൾ ഈ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ അധിനിവേശം നടത്താനുള്ള റഷ്യക്കാരുടെ പരിശ്രമങ്ങൾക്ക് നേരിട്ട് പ്രത്യക്ഷമായും പരോക്ഷമായും
കുടപിടിക്കുകയും സഹായിക്കുകയും ഒത്താശ ചെയ്യുകയും ഓശാന പാടുകയും ഒക്കെ ചെയ്ത ഇന്ത്യൻ ഓർത്തഡോക്സുകാരാണ് ഇന്ന് ദേശീയ സഭയാണെന്നും തങ്ങൾ ഇന്ത്യയുടെ കൂറുള്ളവരാണെന്നും ഒക്കെ പറഞ്ഞിട്ട് തനത് ദേശീയ സഭ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ വാദം ഉന്നയിക്കുന്നത്. സത്യത്തിൽ ഈ രാജ്യത്തെ തുരങ്കം വെക്കുവാനും ഈ രാജ്യത്തെ അപായപ്പെടുത്തുവാനും ഒക്കെ ഉള്ള ഒരു രാഷ്ട്രീയ അജണ്ടയ്ക്ക് ഇവർ ഒരു തരത്തിൽ വളരെ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും അന്ന് തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ വാസ് വെരി കെയർഫുൾ. അവർക്ക് സ്പൈസിനെ, റഷ്യക്കാർ സ്പൈസിനെ വിടുന്നു, ചൈനക്കാർ സ്പൈസിനെ വിടുന്നു, ചാരന്മാരാണെന്നും എല്ലാവരെയും അവർ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തുകൊണ്ടായിരുന്നത്. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഈ നീക്കങ്ങൾ ബ്രിട്ടീഷുകാർ അറിഞ്ഞിരുന്നെങ്കിൽ അവര് രാജ്യദ്രോഹം എന്ന ഒരു വലിയ കുറ്റത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ അതിന്റെ നിഴലിൽ ഛായയിൽ നിൽക്കേണ്ടി വന്നേനെ. അവരും സോ ഇറ്റ് വാസ് എ വെരി ഇൽ അഡ്വൈസ്ഡ്, വളരെ അബദ്ധപരവും ബുദ്ധിമോശപരവുമായ ഒരു നീക്കമായിരുന്നു ഇത് അവരുടേത്. അതെ അതെ. അപ്പൊ അവർ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി കൂടെ ആയിരുന്നു ഇത്. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. കാരണം ഇപ്പൊ ഇവർ ദേശസ്നേഹവും സ്വദേശിവാദവും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. RSSന്റെ അധ്യക്ഷനിൽ നിന്ന് ഇവർക്ക് അഭിനന്ദനവും താമ്രപത്രവും കിട്ടിയെന്നാണ് ബോംബെയിലെ കൂർലോസ് തിരുമേനി പറഞ്ഞത്. RSSന്റെ അധ്യക്ഷൻ തെറ്റിദ്ധരിച്ചതാണ്. ഇവർ ഇത്രയും വലിയ ചതി ചെയ്തവരാണെന്നുള്ളത് അറിഞ്ഞ RSSകാരൊന്നും ഇവരെ അടുപ്പിക്കത്തില്ല. അപ്പൊ RSSന്റെ അധ്യക്ഷൻ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയെ പ്രശംസിച്ച് സുദർശനം പ്രസംഗിച്ചപ്പോ ബോംബെയിലെ കൂർലോസ് തിരുമേനി രോമം എഴുന്നേറ്റ് നിന്ന കൂർലോസ് തിരുമേനി പറഞ്ഞ്. പക്ഷെ RSSകാർ സത്യത്തിൽ ഇവരുടെ തനിനിറ അറിഞ്ഞിട്ടില്ല. റഷ്യക്കാരെ വരെ ഒത്താശ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നവരാണ് ഇവരെന്നുള്ളത് RSSകാരൊക്കെ അറിയേണ്ടതാണ്. ചരിത്രം ശരിക്കും RSSകാരും പഠിക്കണം. നമ്മൾക്ക് ക്ഷമിച്ചു കൊടുക്കാം. രാഷ്ട്രീയമായ ഇതിന്റെ അന്തരംഗങ്ങൾ നമ്മൾ അറിഞ്ഞില്ല, നമ്മളുടെ കേരളത്തിലുള്ള സഭാ നേതാക്കന്മാർ അറിഞ്ഞില്ല എങ്കിൽ ക്ഷമിക്കാം. പക്ഷെ വിശ്വാസപരമായ സത്യങ്ങളും അറിഞ്ഞില്ല എങ്കിൽ അതൊരു വലിയ കുറ്റമാണ് അവരുടെ മേൽ നിൽക്കുന്നത്. കാരണം റഷ്യക്കാരും ഗ്രീക്ക് ഓർത്തഡോക്സുകാരും യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയെ മാത്രമല്ല ഓറിയന്റൽ ഓർത്തഡോക്സ് കമ്മ്യൂണിയനെ മുഴുവനും ഹെററ്റിക്സ് ആയിട്ടും ശീഷ്മക്കാരായിട്ടും മാത്രം എപ്പോഴും കാണുകയും, ഷിബു ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ കേട്ടല്ലോ ആ വീഡിയോയിൽ നീട്ടി പാടുന്നത് അനാതേമ, അതായത് ശപിച്ചു തള്ളുകയാണ്. ആ വിവരം ഇവർ അറിഞ്ഞിരുന്നില്ലേ? എങ്ങനെ? ദാറ്റ് ഈസ് ദ മോസ്റ്റ് അസ്റ്റോണിഷിംഗ് ഫാക്ട്. എനിവേ, അടുത്ത വർഷം ബസേലിയോസ് ഗീവർഗീസ് കാതോലിക്കായുടെ ക്ഷണനപ്രകാരം ചർച്ചകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ലെറ്റർ ഉണ്ടല്ലോ 1935, അതൊന്ന് പറയണം. അതെ, അനസ്താസിയുടെ എഴുത്തുണ്ട്. ഇതൊക്കെ നിർഭാഗ്യവശാൽ നശിപ്പിക്കപ്പെടാതെ കിടക്കുന്ന ചരിത്ര ശകലങ്ങളാണ്. എഴുതപ്പെട്ടു പോയെങ്കിൽ അത് അവിടെ കിടക്കും. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ 21ാം നൂറ്റാണ്ടിൽ ഇത് പ്രചരിക്കുവാനും വളരെ എളുപ്പമാണ്. ബിഷപ്പ് അനസ്താസി റിക്വസ്റ്റഡ് ദി IOC ഫോർ എ റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദെയർ ഫെയ്ത്ത്. എഴുതി ഞങ്ങൾക്ക് തരിക നിങ്ങളുടെ വിശ്വാസം എന്താണെന്ന്. അതുകൊണ്ട് അവർ ഉടനെ ഒരു എഴുത്തുണ്ടാക്കി അയച്ചു. ആ എഴുത്തിനകത്ത് IOC laid out the articles of their faith and reiterated their wish to continue unification talks. അവരുടെ വിശ്വാസം എന്താണെന്ന് ഒരു രത്ന ചുരുക്കം എഴുതി അയച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെയാണ്, എന്നാലും ചർച്ചകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ അടുത്ത വാചകം അതാണ്. They rejected all allegation that they held the Monophysite heresy and declared that indeed Christ has two natures. മൊണോഫസൈറ്റ് ഏകസ്വഭാവവാദികളല്ല. കൃത്യമായും ക്രിസ്തുവിന് രണ്ട് സ്വഭാവമുണ്ടെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു എന്ന് രേഖാമൂലം ഗീവർഗീസ് ദിദിയൻ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ സുറിയാനി സഭയുടെ സത്യവിശ്വാസത്തെ രേഖാമൂലം തിരസ്കരിച്ചവരാണ് ഇന്ത്യൻ ഓർത്തഡോക്സ്. ഇത് വളരെ ഗൗരവപൂർണമായ ഒരു ആരോപണമാണ്. ആരോപണമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. അവർ തന്നെയാണ് സമ്മതിച്ചത്. അപ്പോൾ ആർച്ച് ബിഷപ്പ് അനസ്താസി ഈ രേഖ കണ്ടാണ് തൃപ്തനായി ചർച്ചയ്ക്ക് വീണ്ടും ചർച്ച തുടരുവാൻ ഉത്സുകനായത്. അല്ലെങ്കിൽ അദ്ദേഹം ചരിത്രവും ഡോക്ടറിനും തിയോളജിയും എല്ലാം അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഒരിക്കലും ഈ പാതയിലേക്ക് നടന്നിറങ്ങുകയില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം എന്താണ്, അവരുടെ ക്രിസ്റ്റോളജി എന്താണ്, ഡോക്ടറിൻ എന്താണ്. സോ ഹി വുഡ് നോട്ട് ഹാവ് സെറ്റ് ഔട്ട്. ബട്ട് ബസേലിയോസ് ഗീവർഗീസ് ബാവ, കാതോലിക്ക ബാവ had written അവരെ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവ ഈ രേഖാമൂലം തങ്ങളുടെ വിശ്വാസത്തിന്റെ ഐക്യദാർഢ്യം റഷ്യൻ സഭയുടെ വിശ്വാസത്തോട് പ്രഖ്യാപിക്കുന്ന സമയത്ത് 1935 അങ്ങനെ രേഖാമൂലം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ അനസ്റ്റാസി അടുത്ത പ്രതിനിധി ബിഷപ്പ് ദിമിത്രി അയക്കുന്നത്, അല്ലേ? 36 ദിമിത്രി അയക്കുന്നു. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദിമിത്രി വരുന്ന കാര്യം നമ്മുടെ പ്രേക്ഷകർ കേൾക്കട്ടെ. ദിമിത്രി ആരാന്ന് വെച്ചാൽ സെർബിയൻ ഓർത്തഡോക്സിലെ ഒരു ആർച്ച് ബിഷപ്പാണ്. പെർഹാപ്സ് അതൊരു ഓട്ടോസെഫാലോസ് ചർച്ച് ആണ്. ഓട്ടോസെഫാലി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെല്ലാവരും സഭാ നേതൃത്വമായിട്ട് വഴക്കടിച്ച് ഒരു വിധത്തിൽ സ്വാതന്ത്ര്യം നേടി പോയവരല്ല. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് 1453 കോൺസ്റ്റാന്റിനോപ്പിളിനെ ഒട്ടോമൻ തുർക്കികൾ കീഴടക്കി. അതോടുകൂടി ജീവനും കൊണ്ട് രാജാവ് എന്ന് പറഞ്ഞാൽ റോമൻ എംപറർ ആണ് അവിടെ ഇരിക്കുന്നത്. ബൈസന്റൈൻ എംപയറിലെ റോമൻ എംപറർ
ചക്രവർത്തിയും ജനങ്ങളും ബിഷപ്പുമാരും പാത്രിയർക്കീസന്മാരും അവർക്ക് കിട്ടിയ പുസ്തകങ്ങളും എടുക്കാവുന്നത്ര റെലിക്സ്, ഹോളി റെലിക്സ്, വിശുദ്ധ തിരുശേഷിപ്പുകളും പള്ളിയിൽ നിന്നുള്ള രത്നങ്ങളും സ്വർണം, വെള്ളി, കാസാകളും എല്ലാം എടുത്തുകൊണ്ട് ഇവർ ഓടുകയായിരുന്നു. പിന്നെ ഇവർക്ക് ഒരാസ്ഥാനമില്ലാതെയായി. അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ പ്രാദേശികമായ സഭകൾ അവരുടേതായ തലവന്മാരെ നിശ്ചയിക്കാനും തിരഞ്ഞെടുക്കാനും കോൺസിക്രേറ്റ് ചെയ്യുവാനും തുടങ്ങിയത്. ഇങ്ങനെയാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പര്യായ പദം ദ ന്യൂ കോൺസ്റ്റാന്റിനോപ്പിൾ, പുതിയ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നാണ്. കാരണം ഇത് കോൺസ്റ്റാന്റിനോപ്പിളിനെ പിടിച്ചടക്കിയിട്ട് പിന്നെ അത് ആഥൻസിലോട്ട് മാറുകയായിരുന്നില്ല. ആഥൻസും അപ്പോൾ ഓട്ടോമൻ തുർക്കികളുടെ ഭീഷണിയിലായിരുന്നു. So we must understand, Bishop Dimitri, Archbishop, he was Bishop Dimitri, Serbian Orthodox Church. He was of the Autocephalous Serbian Orthodox Church. അതുകൊണ്ട് Dimitri's trip was funded by the Serbians. Serbians ആണ് പണം കൊടുത്ത് സഹായിച്ചത്, to the tune of 20,000 dinars. ചെറിയ തുകയൊന്നുമല്ല. അതായത് സെർബിയൻ സഭ അന്നത്തെ കാലത്ത് 20,000 ദിനാറ് ബിഷപ്പ് ദിമിത്രി കൊടുക്കുകയും ബിഷപ്പ് ദിമിത്രി അത് പഴയ സെമിനാരി വന്ന് ഒരു പുസ്തകത്തിനകത്ത് വെച്ച് കാതോലിക്കായി കൊടുക്കുകയും ചെയ്തു. അതെ, ഒരു പുസ്തകത്തിനകത്ത് വെച്ച് രഹസ്യമായിട്ടാണ് കൊടുത്തത്. ഉദ്ദേശം എന്താണ്? അദ്ദേഹത്തിന്റെയും എഴുതപ്പെട്ട ഉദ്ദേശമാണ് ടു ബ്രിങ് സത്യത്തിൽ യൂദ 30 വെള്ളിക്കാശ് മേടിച്ചതിനുമായിട്ട് നമുക്ക് വേണമെങ്കിൽ താരതമ്യപ്പെടുത്താം. കാരണം സുറിയാനി സഭയെയും അതിന്റെ വിശ്വാസത്തെയും അതിന്റെ പാരമ്പര്യത്തെയും അതിന്റെ പൈതൃകത്തെയും അതിന്റെ പിതാക്കന്മാരെയും അതിന്റെ സത്യവിശ്വാസത്തെയും 20,000 ദിനാറയ്ക്ക് ഞങ്ങൾ ഒറ്റിത്തരാമെന്ന് പറഞ്ഞ് റഷ്യക്കാരനായ ദിമിത്രിയുടെ കയ്യിൽ നിന്ന് 20,000 ദിനാർ പഴയ സെമിനാരിയിൽ വെച്ച് ഗീവറീസ് ദിദിയൻ കൈപ്പറ്റി. ഈ ചർച്ചകളിലൊക്കെ നമ്മുടെ പഴയ ആൻഡ്രോണിക്ക് 31 വന്ന ആൻഡ്രോണിക്ക് അദ്ദേഹം സന്നിഹിതനായി ദ്വിഭാഷിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഇതാണ് തമാശ. നമ്മൾ ഇതൊക്കെ കേട്ട ഒരു വിധത്തിൽ ചിരിച്ചു പോകും. കാരണം റഷ്യൻ ഭാഷയും നമ്മുടെ മലയാള ഭാഷയുമായി പുലബന്ധം പോലും ഇല്ല. നമ്മൾക്ക് ലോക ജനതയായിട്ട് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് വേണം. റഷ്യക്കാർക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. അവരത്രയ്ക്ക് ഒരു ഇൻസുലർ ഇവര് റഷ്യൻ ഭാഷ പഠിക്കാമെന്നും ഇവര് സന്നദ്ധത പ്രകടിപ്പിച്ചല്ലോ. ദാറ്റ് ഈസ് ലേറ്റർ. ബട്ട് ആൻഡ്രോണിക് ഇന്റർപ്രിറ്റർ ആയിരുന്നുകൊണ്ട് റഷ്യക്കാരിൽ നിന്ന് ഒരു കാര്യം കേട്ട് അത് തന്റെ തലയിൽ ഇംഗ്ലീഷിലേക്കാക്കി നമ്മുടെ ആളുകളോട് പറയുമ്പോൾ നമ്മുടെ ആളുകൾക്ക് അത്ര നല്ല ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. നമ്മളത് മലയാളത്തിലേക്കാക്കും. അപ്പോൾ 4 ഭാഷകളിലാണ് ഇതിങ്ങനെ തിരിയുന്നത്. ആൻഡ്രോണിക്കിന് ഈ പ്രത്യേകിച്ച് ഈ തിയോളജിക്കൽ ടേംസ് ഒന്നും ഇംഗ്ലീഷ് അറിയത്തുമില്ല. അത് തന്നെയല്ല, ചർച്ചാ വിഷയം എന്താണ്? 7 പൊതു സുന്നഹദോസുകൾ എന്ന് റഷ്യ മേശപ്പുറത്ത് വെച്ചു. 3 അല്ല, 7 പൊതു സുന്നഹദോസുകൾ. അവിടെ ചർച്ച ചെയ്യപ്പെട്ട വളരെ കൂലങ്കഷമായി പഠിക്കേണ്ടിയിരിക്കുന്ന, വളരെ തലനാരിഴ കീറി വിവേചിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന വേദശാസ്ത്ര ശകലങ്ങളാണ്. അതിനകത്തൊരു ബിഷപ്പ് ദിമിത്രി ഗേവ് സെവറൽ ലെക്ചേഴ്സ് ടു ലാർജ് ഗാദറിംഗ്സ് ഓഫ് IOC എഴുതിയിരിക്കുമ്പോൾ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട വലിയ കൂട്ടത്തിന്റെ ഒരുപാട് പ്രസംഗങ്ങൾ ബിഷപ്പ് ദിമിത്രി നടത്തിയെങ്കിൽ ഈ ബിഷപ്പ് ദിമിത്രിയുടെ പ്രസംഗം എല്ലാം ഇംഗ്ലീഷിലാക്കി കൊടുത്തത് ഈ ആൻഡ്രോണിച്ച് ആയിരിക്കുമല്ലോ. ആൻഡ്രോണിക്കായിരിക്കണം. അപ്പൊ ഞാൻ പറയുന്നത് ഈ റഷ്യൻ ഭാഷയിൽ ദിമിത്രി പറഞ്ഞത് തന്റെ പരിമിതമായ ഇംഗ്ലീഷ് വെച്ച് ഇംഗ്ലീഷിലോട്ട് ആൻഡ്രോണിച്ച് പരിഭാഷപ്പെടുത്തുന്നു. പിന്നെ അത് മലയാളത്തിലോട്ട് മെത്രാൻ കക്ഷിപ്പെട്ട ഏതോ വൈദികൻ പരിഭാഷപ്പെടുത്തി. അപ്പൊ ഇത്രമാത്രം ഈ ബ്രോക്കൺ പ്രസംഗം കേൾക്കാൻ, ഈ കണ്ടിന്യൂസ് ഇത്രയും പ്രസംഗം വെക്കണമെങ്കിൽ അത് ദ്രവ്യാഗ്രഹം അല്ലാതെ മറ്റെന്താണ്? കാരണം പൗലൂസ് തനിക്ക് ദ്രവ്യം തരുമെന്ന് കരുതി ഫെലിക്സ് പൗലൂസിന്റെ പ്രസംഗം നിരന്തരം കേൾക്കാൻ പോകുമായിരുന്നു. ബൈബിളിൽ ഒരു വാക്യമുണ്ട്. ഈ ഫെലിക്സ് എന്ന അവിടുത്തെ ഒരു ഇടപ്രഭുവായിരുന്നു. ഫെലിക്സ് ചിന്തിക്കുകയാണ് ഈ പൗലൂസിന്റെ ചിലപ്പോൾ പൈസ കിട്ടുമായിരിക്കുമെന്ന്. അതിന് വിശ്വാസം ഉണ്ടായിട്ടല്ല. പൗലൂസിന്റെ പ്രസംഗം എന്ന് പറഞ്ഞ പോലെ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ വ്യാപകമായിട്ട് ദിമിത്രിയുടെ പ്രസംഗം കേൾക്കുകയാണ്. കാശ് കിട്ടുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയല്ലേ ഉള്ളൂ. അപ്പൊ പണ്ട് EMS മനോരമക്കാരെ പറ്റി പറഞ്ഞു, പണം കിട്ടുമെന്ന് പറഞ്ഞാൽ മാത്തുക്കുട്ടി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വേണേലും അച്ചടിക്കുമെന്ന്. അപ്പം അത് കൃത്യമായിരുന്നു EMS നമ്പൂതിരിപ്പാടിന്റെ ആ നിരീക്ഷണം. ഞാൻ ആ പ്രസംഗം നേരിട്ട് കേട്ടതാ. മാത്തുക്കുട്ടി ആരാണെന്ന് പറയണം. മാത്തുക്കുട്ടി കെ മാത്യു മനോരമയുടെ കെ മാത്യുവിനെ പറ്റി EM ശങ്കരൻ നമ്പൂതിരിപ്പാട് തിരുനക്കര മൈതാനത്ത് പ്രസംഗിച്ച ഞാൻ ആ മുമ്പിൽ നിന്ന് ഈ പ്രസംഗം നേരിട്ട് കേട്ടു. അപ്പം ഇതാണ് ഇവരുടെ ഗുണം. അതാണ് വളരെ മോശം. നിങ്ങൾ ഈ ഡീറ്റെയിൽസ് ഒന്ന് കേൾക്കണേ. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നത്. ബിഷപ്പ് ഡിമിട്രി gave several lectures to large gatherings of the IOC where he taught them of his Russian Orthodox faith and how it differed from the Syrian Orthodox faith, which they defined as the Monophysite heresy. In his reports to the Bishops' Council of the Russian Orthodox Church, he argued that though he was convinced of the sincerity of the IOC intentions, a union which would involve sharing liturgy, prayers, and associated rubrics and rituals was possible only with the IOC's acceptance of the fullness of the Orthodox teaching, which specifically included the 7 ecumenical councils.
ഇതാണ് അതിന്റെ പ്രസക്തമായ ആദ്യത്തെ ഏത് വർഷം ഏതാ? 36. 31 കേരളത്തിൽ വന്നു. 5 വർഷത്തിനകം ഇതിന്റെ സങ്കീർണത അവര് മനസ്സിലാക്കി. സങ്കീർണത എന്താന്ന് വെച്ചാൽ എന്തെല്ലാം തരത്തില് യൂണിയൻ സാധിക്കുമെങ്കിലും ഒടുവിൽ ഇത് നിന്ന് കറങ്ങുന്ന ആണിക്കല്ല് എന്താണ്? ആ ആണിക്കല്ല് 7 സുന്നഹദോസുകളെ സ്വീകരിക്കുക എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ ഈ നമ്മുടെ കേരളത്തിലെ വീടുകളിലെല്ലാം എത്തിക്കൊണ്ടിരുന്ന ഒരു റഷ്യൻ ലിറ്ററേച്ചർ ഉണ്ട്, സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലും സോവിയറ്റ് നാടെന്ന് പറഞ്ഞ മലയാളത്തിലും ഡിസ്കൗണ്ടഡ് പ്രൈസിൽ വളരെ അട്രാക്റ്റീവ് പേപ്പറിൽ വളരെ ഭംഗിയിൽ നമ്മൾ പുസ്തകമൊക്കെ പൊതിയാൻ വേണ്ടി സ്കൂളിൽ ബുക്കൊക്കെ പൊതിയാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സോവിയറ്റ് യൂണിയൻ. അപ്പൊ ആ ഒരു പ്രിന്റിംഗ് ക്വാളിറ്റി, അതുപോലെ പ്രിന്റിംഗ് ക്വാളിറ്റിയിൽ ഈ റഷ്യൻ പ്രാർത്ഥനാ പുസ്തകമൊക്കെ അച്ചടിച്ച് കൊടുത്തോളാന്നാണ് ഇവർ പറയുന്നത്. അതാണ് ദിമിത്രി പ്രോമിസ് ചെയ്തതെന്ന് പറയുന്നത്, അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാവുന്നത് ഞാൻ ഊഹിച്ചു പറയുകയാണ്, ഇത് എനിക്ക് തിട്ടമായ വിവരം കിട്ടിയിട്ടല്ല. ദിമിത്രിയും IOC പണ്ഡിതന്മാരും ചർച്ച ചെയ്തപ്പോൾ ദിമിത്രിക്ക് മനസ്സിലായ ഒരു വസ്തുത, ഈ ആദ്യത്തെ 3 നിഖ്യ, കുസ്തന്തീനോപോലിസ്, എഫെസുസ് എന്നീ 3 സുന്നഹദോസുകൾക്ക് ശേഷം ഉണ്ടായ സുന്നഹദോസുകളെ പറ്റിയോ അവിടെ നടന്ന വിവാദങ്ങളെ പറ്റിയോ തീർച്ചപ്പെടുത്തിയ കാനോനകളെ പറ്റിയോ കേരളത്തിലെ സുറിയാനിക്കാർക്ക് യാതൊരു അറിവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ദിമിത്രി തിരികെ ചെന്ന് കഴിഞ്ഞ ആദ്യമേ ചെയ്ത നടപടി ഇതിനെ എല്ലാം വിശദീകരിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ ഒരു പാംഫ്ലെറ്റ് ഉണ്ടാക്കി അതിന്റെ 100 കണക്കിന് കോപ്പികൾ കോട്ടയത്തേക്ക് കൊടുത്തയക്കുകയായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ അടുത്ത സ്വീകരിക്കേണ്ട നടപടി എന്താണ്? ഇതെല്ലാം വായിച്ചു പഠിക്കുക എന്നുള്ളതാണ്. എന്തൊരു വിരോധാഭാസം. നമ്മുടെ ഈ വിഷയമായിട്ട് ബന്ധമില്ലെങ്കിലും ഈ 3 കൗൺസിൽ കഴിഞ്ഞ് പിന്നെ നടന്ന 4 കൗൺസിലില് അങ്ങനെ ദൈവശാസ്ത്ര ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അവസാനം 7ാമത്തെ കൗൺസിൽ മോണോതെലിറ്റിസം പിന്നെ ഐക്കോണോക്ലാസം, അതൊരു വലിയ ദൈവശാസ്ത്ര വിഷയമൊന്നും അല്ല. ഈ ആക്ച്വലി 3 കൗൺസിലിൽ എന്തെങ്കിലും കാതലായ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. നമ്മൾ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ റഷ്യക്കാരുടെ കൽക്കദോനിയ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പോന്നിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിലെ സഭയ്ക്ക് ഈ 7 കൗൺസിൽ ഗ്രീക്കാരുടെ ഒരു പള്ളി വിസിറ്റ് ചെയ്യാൻ ചെന്നാൽ അവർ വാദക്കൊന്ന് ചോദിക്കുന്നു, ഈ 7 കൗൺസിൽ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട് 7 കൗൺസിൽ അംഗീകരിക്കുന്നെങ്കിൽ നീ കയറിക്കോളാനാ പറയുന്നത്. ഞാൻ കേംബ്രിഡ്ജില് ഒരു ഫ്രറ്റേണൽ യൂണിയൻ ഓഫ് ഓർത്തഡോക്സ് ചർച്ചസ് എന്നൊരു കൂട്ടായ്മയുണ്ട്. 10-30 വർഷം മുൻപ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോയപ്പോൾ എല്ലാവരും സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്ത കൂട്ടത്തിൽ ഞാനും ആരാണെന്ന് പറഞ്ഞു. പക്ഷേ പരോക്ഷമായി പല സമയത്തും സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഹെറിറ്റിക്കൽ ചർച്ച് എന്ന് കേട്ടതോടുകൂടി ചായ കുടിക്കുന്ന ആ ഇന്റർവെല്ലിന് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. പിന്നെ പോയിട്ടില്ല. കാരണം അവരതൊരു തീവ്രവാദം പോലെയാണ്. 7 സുന്നഹദോസ് നമ്മൾ സുറിയാനിക്കാർ പറയുന്നത്, അല്ലെങ്കിൽ കോപ്റ്റിക്കുകാരും നമ്മളും പറയുന്നത് 3 സുന്നഹദോസുകൾ നിഖ്യ, കുസ്തന്തീനോപ്പോലിസ്, എഫെസുസ്, നമ്മൾ അതേലാണ് തൂങ്ങിക്കിടക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഓൾദോ ഷിബു ഇപ്പൊ പറഞ്ഞതുപോലെ 4 തൊട്ട് 7 വരെയുള്ള സുന്നഹദോസുകളിൽ വിശ്വാസപരമായ നിശ്ചയങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും ഇത് അവരുടെ ഒരു ഷിബോലേത്ത് പലക പോലെയാണ്. അല്ല, സത്യത്തില് ഇവര് they don't consider us as true orthodox. അവര് പറയുന്നത് അതാണ് ട്രൂ ഓർത്തഡോക്സ് എന്ന്. അതാണ്. അപ്പോൾ ഈ ആദ്യത്തെ 3 കഴിഞ്ഞ് പിന്നെ 4, 5, 6, 7 എന്താണ് നിശ്ചയം? ബട്ട് they use that as a touchstone. ആ ടച്ച് സ്റ്റോൺ നമ്മൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ യു ആർ നോട്ട് ഓർത്തഡോക്സ്. അപ്പൊ അവരുമായിട്ടാണ് ഇവർ ഈ ദീർഘകാലം ചർച്ച നടത്തുന്നത്. ഇപ്പൊ ഞാൻ IOC-ലെ ഈ കോമൺ ഫെയ്ത്ത്ഫുൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. ഇറ്റ് ഹാസ് ടു ബി എക്സ്പ്ലെയിൻഡ്. കാരണം ഇന്ത്യൻ ഓർത്തഡോക്സുകാർ പറഞ്ഞ വാചകങ്ങളാണ് ഇനിയത്തെ തമാശ. നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ 1936 ദിമിത്രിയുടെ സന്ദർശനത്തിന് ശേഷം ഗീവറിയസ് സ്ഥിതിന്റെ റെസ്പോൺസ് ഉണ്ടല്ലോ, ആർച്ച് ബിഷപ്പ് അനസ്റ്റാസിയുടെ മറുപടി. അതൊരു ഫോർമൽ ഇതായിട്ടാണല്ലോ. അതെ. കാരണം പല പ്രാവശ്യം ആൻഡ്രോണിക്കൽ കൂടി പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതൊക്കെ പോരെ. പക്ഷേ ബിഷപ്പ് ദിമിത്രി കർശനക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, വാക്കുകൾ കൊണ്ട് പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷെ എഴുതി തരണം. അവര് മടിച്ചു നിന്നു. പല ഒഴിവുകൾ പറഞ്ഞു. അവസാനം ദിമിത്രി കടുംപിടുത്തം പിടിച്ചു. അവസാനം മറുപടി വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇതാ, our people have had the opportunity to study more of the Russian church and of its faith from Father Andronic, who has been residing in our midst for the last few years. ഓർത്തു നോക്കണം, അവരുടെ ഇടയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുക ആൻഡ്രോണിക്ക്. From the various discussions and speeches he had given at different groups and conventions of our church, we have been able to learn that the Russian church keeps faith closely akin to ours. അതിന്റെ അർത്ഥം റഷ്യക്കാരുടെ സഭയും ഞങ്ങളുടെ സഭയും മിക്കവാറും ഐക്യതയോടുകൂടിയുള്ള
വിശ്വാസങ്ങളാണ് പുലർത്തുന്നത്. വളരെ സമാനതകളുള്ള വിശ്വാസമാണ് തങ്ങളുടേതെന്നാണ് Yeah. ഈ ഒരു സ്ഥിതിയെ പറയുന്നത്. അപ്പൊ സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് മിഥ്യാഭിമാനം കൊണ്ട് നടക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സത്യവിശ്വാസികളല്ല, നിങ്ങൾ ഒരു കാലത്തും സത്യവിശ്വാസികളായിരുന്നിട്ടുമില്ല. ഇതാണ് യാഥാർത്ഥ്യം. എന്തെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് ബലി കഴിക്കുവാൻ പ്രകടിപ്പിക്കുകയാണ്. ഞാൻ പിന്നെയും വായിക്കാം മധ്യഭാഗത്ത്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് പ്രിവിലേജ് ആൻഡ് എ റിയൽ ജോയ് ടു മീ. ഇത് ബസേലിയോസ് ഗീവർസ്കിസ് പറയുകയാണ്, to me to have entertained a distinguished guest like Bishop Dimitri on his way to China and to learn more authoritatively from him of the Russian faith and practices. പിന്നെയും ദീർഘമായി പോകുന്നു. Regarding the councils, അതായത് 7 സുന്നകദോസുകൾ, the Syrian church holds that the first 3 councils are sufficient to declare the true Catholicity and teachings of the Apostolic Church established by our beloved Lord. But at the same time, for accommodation, the Church, I suppose, does not object to respecting the later councils insofar as they do not interfere with the decisions of the first 3. ഇതിലാണ് തമാശ. അദ്ദേഹം പറയുന്നത് സുറിയാനി ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന് ആദ്യത്തെ 3 സുന്നകദോസുകളിൽ എടുത്ത നിശ്ചയങ്ങൾ മതി. പക്ഷേ നമ്മളുടെ ഐക്യത്തെ ലക്ഷ്യമാക്കി അതിനുശേഷമുള്ള 4 സുന്നകദോസുകളെ അവ ഞങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധമായതൊന്നും കണ്ടില്ല എങ്കിൽ അവയെയും സ്വീകരിക്കാൻ. അതിനകത്ത് ഓൾറെഡി ഈ 4 കൗൺസിൽ, അതായത് ലാറ്റർ 4 കൗൺസിൽസ് എന്ന് പറയുന്നതിനകത്ത് ഈ കാൽസിഡോൺ ഫോർമുല മാത്രമേ ഉള്ളൂ ഒരു എന്തെങ്കിലും ഒരു തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളത്. പിന്നെയുള്ളത് ഐക്കണോക്ലാസമാണ്. ഐക്കണോക്ലാസം അത് ഒരു വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതല്ലല്ലോ. ഇവിടെ ഇതാണ് ഏത് കല്ലിന്മേൽ അടിച്ചാണ് സ്വയം നശിക്കുന്നത് എന്നുള്ളത്. അതിന്റെ absolute what is the stone upon which the union talks were shattered. കാരണം 4 കൂടി ഞങ്ങൾ അംഗീകരിച്ചേക്കാം, ഞങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധത ഒന്നും ഇല്ല എങ്കിൽ അപ്പോൾ പിന്നെ 4 തീർച്ചയായും അംഗീകരിക്കാം. പിന്നെ അങ്ങോട്ട് ചർച്ചകൾ പിന്നെയും രൂക്ഷമായി വളരെ പ്രിസൈസായി. അതിനും 1937 ഫെബ്രുവരി ആയപ്പോൾ അനസ്റ്റാസിയുടെ മറുപടി കത്തുണ്ട്. മെട്രോപൊളിറ്റൻ അനസ്റ്റാസി responded to the request of Mar Georgis II and said, enclosed in this letter is a copy of the dogmatic decrees and definitions of the 7 ecumenical councils translated into English. ഇതാ ഞാൻ ഈ എഴുത്തിന്റെ കൂടെ 7 സുന്നഹദോസുകളുടെ സഭാവിശ്വാസപരമായ എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു രേഖ എഴുതിയത് നിങ്ങളുടെ അറിവിന് വേണ്ടി വെച്ചിരിക്കുന്നു. We will be most happy if Your Holiness and the very reverend bishops of the Syrian Church, after considering those decrees and definitions, will be able to declare that they hold the same faith as is professed by our Holy Eastern Orthodox Church. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് കത്തോലിക്കായും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ബിഷപ്പുമാരും ഇത് വായിച്ചിട്ട് ഈ 7 ഐറ്റംസിലും അതിനകത്തെ എല്ലാ ഡിക്രീസും എല്ലാ കാനോനകളും എല്ലാ നിശ്ചയങ്ങളും നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന് എനിക്ക് വാഗ്ദത്തം തരേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് വീണ്ടും അടുത്ത ഡെലിഗേഷനെ അയക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെയാണ് ഡോറത്തിയോസ് എന്ന് പറയുന്ന മറ്റൊരാൾ വരുന്നത്. ഡോസിത്തിയോസ് സെർബിയൻ പേട്രിയാർക്കാ പിന്നെ വരുന്നത്. സെർബിയൻ പേട്രിയാർക്ക് സെൻസ് മെട്രോപൊളിറ്റൻ. ഇത് ബിഷപ്പും അല്ല, ആർച്ച് ബിഷപ്പും അല്ല, മെട്രോപൊളിറ്റൻ ഡോസിത്തിയോസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആ കാലത്ത് യൂറോപ്പില്. ഹി കെയിം ടു കോട്ടയം. അപ്പൊ ഇതൊക്കെ 37 അപ്പൊ ഈ വർഷങ്ങളൊക്കെ നമ്മൾ ഒന്ന് വിഭാവന ചെയ്താൽ 35, 36, 37 ഇതെല്ലാം കോട്ടയത്ത്. 1937 ഡോസിത്തിയോസ് വരുന്നത് ഗണ്യമായ ഒരു സംഖ്യയുമായിട്ടാണെന്നും ആ പണം കോട്ടയത്ത് ഏൽപ്പിച്ചെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. തീർച്ചയായും നോട്ട് എ പോയിന്റ്, വലിയ തുകയാണ് കൈപ്പറ്റിയിരിക്കുന്നത്. അതെ. ഇദ്ദേഹം യൂറോപ്പിൽ നിന്ന് യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം വളരെയേറെ ധനം ശേഖരിച്ചു മറ്റ് ഇടവക ഭദ്രാസനങ്ങളിൽ നിന്നെല്ലാം. ഇതെല്ലാം കോട്ടയത്ത് കൊണ്ടുവന്ന് അപ്പോൾ അവിടെ സ്ഥിരതാമസം പോലെ ആക്കിയിരിക്കുന്ന ആൻഡ്രോണിക് എന്ന് പറയുന്ന ആദ്യത്തെ ദേറാക്കാരനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയൊരു തുക അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ചർച്ചകൾ മുൻപോട്ട് കൊണ്ടുപോകുവാനും ഉള്ള ശ്രമങ്ങളിൽ നിന്ന്. അങ്ങനെ ആ വരവിൽ ഈ ഡോസത്തിയോസ് ആണ് ഗീവർഗീസ് കാതോലിക്കോയെ യൂഗോസ്ലോവിയയിലോട്ട് ക്ഷണിച്ചോണ്ട് പോയിട്ടുണ്ട്. യുഗോസ്ലാവിയയിലേക്ക് കൊണ്ടുപോയി 38 റഷ്യൻ ആർച്ച് ബിഷപ്പ് നെസ്റ്റോർ ഒരു ബ്രദർഹുഡ് ഓഫ് സെയിന്റ് തോമസ് ദി അപ്പോസ്റ്റൽ
എന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി അതിനുവേണ്ടി പണം പിരിക്കുവാൻ റഷ്യക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു. കേരളത്തിലെ ഒരു മിഷൻ, അതായത് യൂറോപ്യന്മാരും ഈ തന്ത്രം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പിന്നെ ഈ ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് അല്ലെങ്കിൽ മെത്രാൻ കക്ഷിക്കാർക്ക് 37 ദോസത്യോസ് കൊണ്ട് വലിയൊരു സംഖ്യ കൊടുത്തിട്ട് അവർ 38 ബ്രദർഹുഡ് ഓഫ് സെയിന്റ് തോമസ് എന്ന് പറഞ്ഞ് ഒരു വലിയ ഫണ്ട് ഉണ്ടാക്കുകയാണ് റഷ്യയിൽ. എന്നിട്ട് റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ എല്ലാ ഇടവകളിൽ നിന്നും പണം ശേഖരിക്കുകയും വലിയൊരു തുക കഞ്ഞിക്കുഴിയിൽ അവർ ഏൽപ്പിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ റഷ്യക്കാരുടെ കയ്യിൽ നിന്ന് ഈ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ വാങ്ങിച്ചെടുത്ത തുക എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. കാരണം റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ എല്ലാ ഇടവകയിൽ നിന്നും ഫണ്ട് റേസ് ചെയ്ത് ഇവർ മേടിച്ചു. ഈ 1930 അതല്ലേ ശരി, അങ്ങനല്ലേ? അതെ, 1938 ആണ് അത് നടന്നത്. ഇത് അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മിഷൻ. ഈ റഷ്യയിലിരിക്കുന്ന ക്രിസ്ത്യാനികൾ എന്നാ ഓർക്കുന്നത്? ഇത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒക്കെ ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വളരെ നോബിൾ കോസ്. അതിനുവേണ്ടി കൈ അയച്ച് എല്ലാവരും പണം കൊടുത്തു. അവരറിയുന്നുണ്ടോ ഇത് IOC എന്ന് പറയുന്ന ഒരു വിഘടിത ഗ്രൂപ്പുമായിട്ട് അവർ തന്നെ കള്ളത്തരത്തിൽ ഒരു യൂണിറ്റിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിന് വേണ്ടി ഉള്ള ഒരു ഇൻഡോക്ട്രിനേഷൻ, കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് അറിഞ്ഞുകൂടാത്ത വിശ്വാസം അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമത്തിനാണ് ഈ പ്രൊപ്പഗാൻഡ മെഷീനറി ഇങ്ങനെ ഞെരുങ്ങി വട്ടം കറങ്ങുന്നത്. പണം പിരിച്ചതിന്റെ ഫണ്ട്സ് വേർ ടു ബി, അവസാനത്തെ വാചകം മാത്രം ഞാൻ വായിക്കാം. ഫണ്ട്സ് വേർ ടു ബി റേസ്ഡ് ബൈ മെമ്പേഴ്സ്, സബ്സ്ക്രിപ്ഷൻസ്, ലെക്ചേഴ്സ്, കോൺസേർട്സ് എക്സെട്ര. ദേ വുഡ് ഓൾസോ ടേക്ക് കളക്ഷൻസ് ഫ്രം എവറി റഷ്യൻ പാരിഷ് അറൌണ്ട് ദ വേൾഡ് ടു ഫണ്ട് ദ മിഷൻ ടു ഇന്ത്യ ആൻഡ് സിലോൺ. ഇത് രാഷ്ട്രീയവും മതപരവുമായ ഒരു ആധിപത്യം ഉറപ്പിക്കലിന് വേണ്ടി എത്രമാത്രം പണം ചെലവ് ചെയ്യുവാനും അവർ തയ്യാറായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഇതിൽ നിന്നും. അതെ അതെ. പിന്നീട് 1938 ആർച്ച് ബിഷപ്പ് നെസ്റ്റോർ വരികയാണ്. നെസ്റ്റോർ എന്ന് പറയുന്ന ആള്, ആർച്ച് ബിഷപ്പ് നെസ്റ്റോർ ആൻഡ് പാർട്ടി അറൈവ്ഡ് ഇൻ കോട്ടയം ഇൻ 38. അതിന്റെ അവർ കൊണ്ടുവന്ന എന്താണ്? വിത്ത് എ ഗിഫ്റ്റ് ഓഫ് എ മൈറ്റർ ടു പ്രസന്റ് ടു മാർ ഗീവർഗീസ് II. ഒരു തലയിൽ വെക്കുവാൻ ഒരു ബിഷപ്പിന് ചേരുന്ന ഒരു തൊപ്പിയും കൊണ്ടാണ് അവർ വന്നത്. ദി സ്റ്റേറ്റഡ് ഇന്റൻഷൻ വാസ് ടു എസ്റ്റാബ്ലിഷ് ഫോർ ദ സിറിയൻ ക്രിസ്ത്യൻസ് ആ റഷ്യൻ ഓർത്തഡോക്സ് മിഷൻ ഇൻ കോട്ടയം. റഷ്യൻ ഓർത്തഡോക്സുകാരുടെ ഒരു മിഷൻ സ്ഥാപിക്കുക. The aim of the mission was not to proselytize the Malabar Christians, but to help them to develop their native church. അവരെ ഒരു വിശ്വാസത്തിൽ നിന്നും പ്രൊസലറ്റൈസ് ചെയ്ത്, ഒരു വിശ്വാസം എന്നല്ല, അവരെ ഒരു സഭയിൽ നിന്നും മറ്റൊരു സഭയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചല്ല, പക്ഷെ അവരുടെ ഓർത്തഡോക്സ് വിശ്വാസം ഒന്നുകൂടി ദൃഢപ്പെടുത്തുവാനുള്ള ഉദ്ദേശത്തിലാണെന്ന്. ഇതൊക്കെ റഷ്യയിൽ പറഞ്ഞാൽ ചെലവാകും, പക്ഷെ കേരളത്തിൽ ഇത് ചെലവാകില്ലല്ലോ. അദ്ദേഹം ROC ഡയോസിസ് സിലോണിലും ഇന്ത്യയിലും മലയായിലും സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതെ അതെ, ഇത് ചെറിയ ഒരു പദ്ധതി ആയിരുന്നില്ല. ഇത് എല്ലാ യൂറോപ്യൻസും പോർച്ചുഗീസുകാർ വന്നപ്പോൾ തൊട്ടുള്ള അവര് മാപ്പ് വെച്ചുകൊണ്ട് നോക്കും. കേരളം ഒരു കൊച്ചു പ്രദേശമാണ്, അവിടോട്ട് ഡൽഹി വഴിയോ ബോംബെ വഴിയോ ഒക്കെ ചെന്നെത്താൻ പ്രയാസമാണ്, കാരണം ബ്രിട്ടീഷുകാർ അവിടെ ഉണ്ട്. അപ്പൊ സിലോണും കൂടി ആയാൽ അവിടെ ഒരു തള്ളവിരലൊന്ന് കുത്തിയാൽ കേരളത്തിലോട്ടും ആകാം. അപ്പൊ അവിടെ നിന്നുകൊണ്ട് പിന്നെ മുഴുവൻ ഇന്ത്യയും കീഴടക്കാൻ ശ്രമിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കിനാവുകൾ, എന്നാ അതിന് മലയാളത്തില് ഒരു കിനാവ് കെട്ടി, മനക്കോട്ട കെട്ടിക്കൊണ്ടാണ് ഇവരുടെ പദ്ധതികൾ മുൻപോട്ട് പോയത്. അതുകൊണ്ട് നെസ്റ്റോർ ഉദ്ദേശിച്ചത്, so he intended to create a new Russian Orthodox Church diocese which included India, Ceylon, അവിടെ നിൽക്കുന്നില്ല, and the Malay archipelago, മലേഷ്യയിലുള്ള ദ്വീപ സമൂഹങ്ങളെയും കൂടി ഉൾപ്പെടുത്തി, സിലോനെ ഉൾപ്പെടുത്തി, കേരളവും ഉൾപ്പെടുത്തി ഒരു വലിയ ഭദ്രാസനം തന്നെ ഉണ്ടാക്കുവാനായിരുന്നു നിശ്ചയിച്ചത്. പക്ഷെ ആ പദ്ധതിയുടെ ബലഹീനത നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നെന്ന് അറിയാമോ? The nucleus of which will be the Russian Orthodox communities that already existed in India. ഇതിന്റെ എല്ലാം അടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുവായി നിൽക്കേണ്ടത് ഈ ഭാഗങ്ങളിലെല്ലാം പരദേശികളായി വന്ന് താമസിക്കുന്ന റഷ്യക്കാരായിരിക്കും. അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ വിചാരിച്ചതുപോലെ അധികാരം അവരുടെ കയ്യിൽ നിൽക്കില്ല, അതവരറിഞ്ഞില്ല. ആ സത്യം ഈ ലേഖനങ്ങളിൽ കൂടി മാത്രമേ നമുക്ക് ഇപ്പോൾ വെളിവായി മനസ്സിലാകുന്നുള്ളൂ. റഷ്യക്കാരും ഇന്ത്യൻ ഓർത്തഡോക്സുകാരും അവസാനത്തെ ഈ ഡെലിഗേഷൻ വരുമ്പോഴേക്കും ഇവരുടെ കഞ്ഞിക്കുഴി വിഭാഗത്തിന്റെ ആവേശമൊക്കെ ആറിത്തണുത്തെന്ന് പറയുന്നുണ്ട്. അത് സത്യത്തില് ഈ കാൽസിഡോൺ അവർക്കൊരു ഇടച്ചക്കല്ലായിപ്പോയി. ഇടച്ചക്കല്ലായിട്ട് കാൽസിഡോണിൽ എങ്ങനെ, അതുകൊണ്ട് ഇവർ കാൽസിഡോണിൽ റഷ്യൻ ബന്ധത്തിൽ ഇടറിയത് കൊണ്ടായിരിക്കും പിന്നീട് VC ശാമുവേൽ കാൽസിഡോൺ എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞ് കാൽസിഡോൺ സോൾവ് ചെയ്യാൻ വേണ്ടി തയ്യാറായത് ഇവരുടെ ഈ റഷ്യൻ ബാന്ധവത്തിന്റെ ഈ തടസ്സം കൊണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കൂട്ടി ചിന്തിക്കുന്നത്, കാരണം VC ശാമുവേൽ അങ്ങനെ എഴുതിയത്. നമ്മൾ ഈ ലേഖനങ്ങള്, ഞാൻ ഈ ഉദ്ധരിച്ച സ്രോതസ്സുകള് സൂക്ഷ്മമായി വായിക്കുമ്പോൾ നമുക്ക് കാണാം,
ഇന്ത്യൻ ഓർത്തഡോക്സുകാര് ഈ വരുന്ന ബിഷപ്പിനെയും മെട്രോപൊളിത്തായോടും എല്ലാം സംസാരിക്കുമ്പം വലിയ ഉത്സാഹം കാണിക്കും. അവരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം മേടിക്കും. എന്തെങ്കിലും യൂറോപ്പിലേക്ക് യാത്രയ്ക്കുള്ള ക്ഷണനക്കത്തോ ടിക്കറ്റോ ഒക്കെ കിട്ടുവാണെങ്കിൽ അതെല്ലാം മേടിക്കും. പക്ഷെ അവർ പോയി കഴിയുമ്പം പിന്നെ കാല് വലിക്കും. അത് കണ്ടാണ് റഷ്യക്കാര് അവസാനം എന്തോ പന്തികേടുണ്ട്, അതുകൊണ്ട് അവരും ശാന്തരായി. അത് തന്നെയല്ല, അവരുടെ സഭയിൽ വലിയ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭ വളരെയേറെ പീഡകൾ അനുഭവിച്ചു. ഇതൊക്കെ സമകാലീന ചരിത്രങ്ങളാണ്. അത് ഇതിനെ തീർച്ചയായും ബാധിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഈ പിന്നെ പ്രാർത്ഥനകൾക്കകത്ത് ദിയസ്കോറോസിന്റെയും സേവോറിയോസിന്റെയും പേരുകൾ വന്നതാണ് അവരെ കൂടുതൽ കുഴപ്പത്തിലാക്കിയെന്ന്. അതെ അതെ അതെ, കാരണം ദിയസ്കോറോസും സേവോറിയോസും അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ലാത്ത രണ്ട് വിശ്വാസധീരന്മാരായിരുന്നു സുറിയാനി സഭയില്. 52 അപ്പത്തേക്ക് നമുക്കൊന്ന് ഒരു ചാടി മുൻപോട്ട് ചാടാം. ആർക്കിമാൻഡ്രൈറ്റ് ലാസറസ് വിസിറ്റ്, അദ്ദേഹത്തെ പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് ബോധ്യപ്പെടുത്തിയതാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഹാഡ് എ ഗ്രേറ്റ് ഡിസയർ to be united with the Holy Russian Orthodox Church. And it was his... 49 ഇദ്ദേഹം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയി ആൻഡ്രോണിക്ക് പോയി. പിന്നെ 3 വർഷം വലിയ ചർച്ചകളൊന്നും നടന്നില്ല. പിന്നെ 52 ആയപ്പോഴേക്കാണ് അടുത്ത ലാസറസിന്റെ വിസിറ്റ്. ആർക്കിമാൻഡ്രൈറ്റ് ലാസറസ് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി, നിർബന്ധിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇങ്ങനെ യൂണിയന് വളരെ തീവ്രമായി ആഗ്രഹിക്കുന്നു എന്ന്. ഹി പുട്ട് ടുഗദർ സബ്സ്റ്റാൻഷ്യൽ ഫണ്ട്സ്, പിന്നെയും പണമാണ് കേട്ടോ, സബ്സ്റ്റാൻഷ്യൽ ഫണ്ട്സ് ഫോർ ദ പ്രോജക്ട് ആൻഡ് റോട്ട് ടു ദ ഹൈറാർക്സ്, അതായത് യൂറോപ്പിലുള്ള സഭാ മേലധ്യക്ഷന്മാർക്കൊക്കെ എഴുതി that the situation in India was ripe for reopening unification. അത് നമ്മൾ അതൊന്ന് വിശദീകരിക്കണം. കാരണം ഈ ലാസറസ് ആരാണെന്ന്, ലാസറസ് എന്ന് പറഞ്ഞാൽ റഷ്യയിൽ പലവിധ പീഡനങ്ങൾ അനുഭവിച്ച് റഷ്യയിൽ നിന്ന് രക്ഷപ്പെട്ട് അമേരിക്കയിൽ വന്ന റഷ്യക്കാരുണ്ടാക്കിയ ഒരു ന്യൂയോർക്കിലെ പള്ളി, ആ പള്ളിയുടെ ബിഷപ്പായിരുന്നു ലാസറസ്. എന്ന് പറഞ്ഞാൽ ഈ എരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുന്നെന്ന് പറഞ്ഞ പോലെ റഷ്യയിൽ നിന്ന് ഗതികെട്ട് വന്ന് ഇവിടെ ന്യൂയോർക്കിൽ പ്രവാസികളായിരിക്കുന്ന റഷ്യക്കാരെ വീണ്ടും വരുത്തിയാണ്, ക്ഷണിച്ചു വരുത്തി അവരുടെ പണം അടിച്ചു മാറ്റുകയാണ്. അതാണ് ഷിബു പറഞ്ഞതിലും നീചമായ ഒരു പദപ്രയോഗം എന്റെ സ്നേഹവതിയായ അമ്മച്ചി പറയുമായിരുന്നു. ഞാനത് പറഞ്ഞോട്ടെ ക്ഷമാപൂർവം, ഇലനക്കി നായുടെ കിറിനക്കി നായ എന്ന്. അതാണത്. അത്ര കഠിനമായ പീഡനങ്ങൾ അനുഭവിച്ച റഷ്യൻ ഓർത്തഡോക്സ് സഭ, അവരുടെ കയ്യിൽ ഫണ്ട്സ് മേടിക്കാൻ യാതൊരു സങ്കോചവും ഇല്ലായിരുന്നു. എന്റെ ഒരു ചെറിയ നിഗമനം, ശരിയാണെന്ന് ഞാൻ പറയില്ല, ചെറിയ നിഗമനം, ഈ കഴുതയെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴുതയുടെ തലയുടെ മുകളിൽ ഒരു ക്യാരറ്റ് കെട്ടിത്തൂക്കി ഇടുക എന്നൊരു ഒരു പരിഹാസപൂർണമായ കഥയുണ്ട് ഇംഗ്ലണ്ടില്. അപ്പൊ കഴുത ക്യാരറ്റ് കണ്ടുകൊണ്ട് മുമ്പോട്ട് നടന്നോളും. അപ്പൊ കഴുത ഇഴക്കെങ്ങാനും നിന്ന് പോയാൽ അടിച്ചിട്ട് പുള്ളി പോയില്ലെങ്കിൽ ക്യാരറ്റ് 2 എണ്ണോടെ തൂക്കിയിടും. അപ്പൊ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക്, അതൊരു മെത്തേഡാണ് ടു പെർsuade anybody. അപ്പൊ IOC-ക്കാർ സ്വീകരിച്ച നയം ഇടയ്ക്കിടയ്ക്ക് ഉത്സാഹം കാണിക്കും, റഷ്യക്കാര് അല്പം മന്ദത കാണിക്കുമ്പോൾ പിന്നെയും ചാടി ക്യാരറ്റ് കാണിക്കും. ഇങ്ങനെ ക്യാരറ്റ് മുമ്പിൽ കാണിച്ചുകൊണ്ട് അവരെ നയിക്കുകയായിരുന്നു. കാപട്യ രൂപേണ യാതൊരു ആത്മാർത്ഥമായി അവരുമായി വിശ്വാസപരമായി ഐക്യം സ്ഥാപിക്കുവാൻ യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു. എന്തെല്ലാം ദാക്ഷിണ്യങ്ങളും ഔദാര്യങ്ങളും കിട്ടുന്നെങ്കിൽ അതെല്ലാം കൈപ്പറ്റുക, എങ്കിലും എഴുതി തന്നെ അവർക്ക് സമർപ്പിക്കുക, ഞങ്ങള് വിശ്വാസം എല്ലാം നിങ്ങളുടേത് സ്വീകരിക്കാൻ തയ്യാറാണ്. 1953 ഇവരെ കാൽസിഡോൺ അംഗീകരിക്കാമെന്നും 3 കൗൺസിൽ ഏറ്റുപറയുള്ളെന്നും പറഞ്ഞു. അപ്പോ വെരി ഫേവറബിൾ ടുവേഴ്സ് ദ കാൽസിഡോണിയൻ ഡെഫിനിഷൻ, അങ്ങനെയല്ലേ എഴുതിക്കുന്നത്. ഐ ഇൻസിസ്റ്റഡ് ഓൺ എ യൂണിയൻ ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് 3 എക്യുമെനിക്കൽ കൗൺസിൽസ്. Where are you reading from? Page 7 ആണ്. അപ്പൊ ഇത് 52-53 കാലങ്ങളിലാണ്. Talks were resumed in 1953 and they were again centered around Chalcedon. എല്ലാം വന്ന് കൽക്കത്തോനിയ സുന്നഹദോസിൽ വന്നാണ് അടിക്കുന്നത്. As a result of these talks, the Theological Commission of the IOC produced a statement. അവസാനം അവരുടെ റഷ്യക്കാരുടെ നിർബന്ധം മൂലം ഇന്ത്യൻ ഓർത്തഡോക്സുകാര് അവരുടെ വേദശാസ്ത്രപരമായ ഒരു കടലാസ് എഴുതി ഉണ്ടാക്കേണ്ടി വന്നു, which to the Russian satisfaction was very favorable towards the Chalcedonian definition. റഷ്യക്കാർക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ആഹാ, ഇപ്പോൾ ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെള്ളക്കടലാസിൽ കറുത്ത മഷി കൊണ്ട് എഴുതിയത് കണ്ട് ഞങ്ങൾക്ക് ബോധ്യമായി, നിങ്ങൾ ഞങ്ങളുടെ കാൽസിഡോണിയൻ ഫോർമുല അല്ലെങ്കിൽ ഡെഫിനിഷൻ, കൽക്കത്തോനിയ വിശ്വാസം നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാണെന്ന് ഞങ്ങൾക്കിപ്പോൾ ബോധ്യമായി. However, അത്രയും വന്നു കഴിഞ്ഞപ്പം IOC again insisted on a union based on the first 3 ecumenicals. ചർച്ച അത്രത്തോളം മുൻപോട്ട് വന്നിട്ടും പെട്ടെന്ന് കാല് പുറകോട്ട് വെച്ചിട്ട് IOC പറഞ്ഞു, പക്ഷേ ആദ്യത്തെ 3 സുന്നഹദോസുകൾ മതിയല്ലോ, ഞങ്ങൾ അതിന്മേലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്?
Father Lazarus, perhaps with an inadequate appreciation of the significance of Chalcedon to the Russian Orthodox Church, as he was originally an Anglican priest. ഈ ലാസറസ് എന്ന് പറയുന്നയാള് റഷ്യക്കാരനല്ല, അദ്ദേഹം റഷ്യൻ സഭയിലേക്ക് ചേർന്ന ഒരു ഇംഗ്ലീഷുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ കൽക്കദോനിയ വിശ്വാസവും അതിനോട് എതിർത്തവരുമായിട്ടുള്ള ഈ വലിയ സംഘർഷവും അവരുടെ ഇടയിലുള്ള വലിയ ഗർത്തവും എത്രമാത്രം ഉണ്ടെന്ന് അദ്ദേഹത്തിന് ഒരുപക്ഷെ ബോധ്യമില്ലായിരുന്നു. അദ്ദേഹം ഒരു നിഷ്കളങ്കനായ പ്രൊട്ടസ്റ്റന്റുകാരൻ, ഓർത്തഡോക്സിയോട് ആനുകൂല്യം തോന്നി, അതിനോട് സ്നേഹം തോന്നി റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ ചേർന്നതാണ്. ഈ കേംബ്രിഡ്ജിലുണ്ട് ഇഷ്ടംപോലെ ബ്രിട്ടീഷുകാർ ROC ചേർന്നവർ, അതുപോലെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കാം. So he was originally an Anglican priest. He supported this move, although the Synod of the Rokor, അതായത് റഷ്യക്ക് പുറത്തുള്ള റഷ്യൻ സഭയെയാണ് അന്ന് റോക്കോർ എന്ന് വിളിച്ചിരുന്നത്. മോസ്കോയിലൊക്കെ സിനഡ് കൈയോടെ അത് റിജക്ട് ചെയ്തു. And the talks continued in 1954 with the Russian theologian Dr. Nikolai Zernov joining Father Lazarus to meet with 12 IOC metropolitans. അടുത്ത ചർച്ച 12, അതായത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ 12 മെത്രാന്മാരും ഡോക്ടർ നിക്കോളായ് സെർണോവ് എന്ന് പറയുന്ന റഷ്യൻ തിയോളജിയനും ഫാദർ ലാസറസുമായിട്ട് ചർച്ച നടത്തി. അപ്പോൾ the dialogue entered a stalemate and the Russian Synod tried to recall Father Lazarus in 1960, but he stayed on. സ്റ്റെയിൽമേറ്റ്, മുൻപോട്ടും പോകാൻ മേല പുറകോട്ടും പോകാൻ മേലാത്ത വിധത്തിൽ ചർച്ചകൾ സ്തംഭനാവസ്ഥയിലെത്തി. അപ്പോൾ റഷ്യക്കാർ പറഞ്ഞു, ലാസറസ് തിരികെ പോരെ, ഇതൊന്നും നടക്കുന്നില്ലല്ലോ. പക്ഷേ അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. എന്തുകൊണ്ടോ സുറിയാനി ക്രിസ്ത്യാനികളുടെ സഹജമായ അതിഥേയത്വം, മര്യാദകളും സ്നേഹവും എല്ലാം കണ്ട് അദ്ദേഹം ആകൃഷ്ടനായി കേരളത്തിൽ തന്നെ തങ്ങിയിരിക്കാം. So he just continued. He just stayed on. At this time, a maverick man, ഇപ്പൊ നമ്മുടെ ഇടയിലും ഉണ്ട് ചില തുരപ്പന്മാർ, a man called ജോർജ് തരിയൻ, മലയാളിയാണ്, സുറിയാനിക്കാരനാണ്, also contacted the Ecumenican Patriarchate, അതായത് റഷ്യക്കാരുടെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ എല്ലാവരും കൂടെ യോജിച്ച റഷ്യൻ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്, അതായത് പണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉണ്ടായിരുന്നതും അവിടെ നിന്ന് തുരത്തപ്പെട്ടവരും, അതിനെയാണ് ഇപ്പോൾ എക്യുമെനിക്കൽ ഓർത്തഡോക്സ് ചർച്ച് എന്ന് വിളിക്കുന്നത്. ആ പേട്രിയാർക്കിനെ ഈ ജോർജ് തരിയൻ എഴുത്തെഴുതി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, he was a priest of the Malankara Orthodox Church and he had 6 priests and several hundred faithful in his party and that they all wished to unite with the Russian Orthodox Church. അതും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അവർ അന്വേഷിച്ചിട്ട് അവർ തള്ളിക്കളഞ്ഞു. ഇത് വെറും കള്ളനും അവസരവാദി, he was an opportunistic man എന്ന് കണ്ട് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. Anyway, Father Lazarus nevertheless continued unification dialogues with 3 individual aspirants, perhaps out of desperation to show some good results somewhere. Frustrated with his lack of success in the negotiations with the IOC and lack of progress among the Hindus in Tamil Nadu, avadeyum poyi അദ്ദേഹം. Father Lazarus eventually left Kerala for northern India. അവിടെ പോയി ഒരു സന്യാസിയെ പോലെ ജീവിച്ചു എന്നും നല്ലൊരു അവസാനമായിരുന്നില്ല അദ്ദേഹത്തിന്. Thus, after 25 years of trying their utmost in bringing the IOC back into orthodoxy and in their professed union with the Russian Orthodox Church, the Russians abandoned the project. അവസാനം പ്രോജക്റ്റ് 63 ആയപ്പോഴേക്കും അത് നിർത്തിക്കളഞ്ഞു. ഇതിനെ എങ്ങനെ വിലയിരുത്താം എന്നുള്ളതാണ് പ്രസക്തമായ വിഷയം. ഇനി ഇതിനെ വിലയിരുത്താന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇവര് വെറും നീചമായ ഉദ്ദേശങ്ങളും ഹീനമായ താല്പര്യങ്ങളും അധമമായ പ്രവർത്തനങ്ങളുമാണ് ഇവരിൽ നിന്ന് വരുന്നെന്നുള്ളതിന് ഇതിലും വലിയൊരു തെളിവ് തന്നെ വേണ്ടത്. കാരണം ഇവരിപ്പോ സുറിയാനി സഭയുടെ വെസ്റ്റ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുകയും അതുപയോഗിച്ച് പുറം സ്ഥലങ്ങളിലൊക്കെ ഒരു അപ്രീസിയേഷൻ മേടിക്കാൻ ചെയ്യും. അതിപ്പോ മാത്രമല്ല, ഇപ്പോഴും ഇവർ വളരെ അഭിമാനത്തോടെ സുറിയാനി സഭയുടെ വേഷഭൂഷാദികൾ ധരിച്ചും ഒക്കെ പുറത്തെടുത്ത് വെച്ചാൽ ഞങ്ങൾ സുറിയൻ ഓർത്തഡോക്സ് ആണെന്ന് പറയും. അപ്പൊ സുറിയൻ ഓർത്തഡോക്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ദാറ്റ് ചർച്ച് ഹാസ് എ റിച്ച് ട്രഡീഷൻ. അതുപോലെ തന്നെ രക്തസാക്ഷികളുടെ സഭയെന്ന് പരിശുദ്ധ മാർപ്പാപ്പ വരെ പറഞ്ഞാണ്. അത്രമാത്രം ഒരു പാരമ്പര്യമുള്ള ആ സഭയാകുമ്പം അതിൻ്റെതായ ഓണർ ഇവർക്ക് കിട്ടും. ഇവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് എന്തെങ്കിലും ഒരു വിശ്വാസതയോ ആത്മാർത്ഥതയോ പ്രതിബദ്ധതയോ സത്യസന്ധതയോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഭരണഘടനയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും അവർ നിരന്തരം വെറുക്കുകയും വെല്ലുവിളിക്കുകയും അസഭ്യം പറയുകയൊക്കെ ചെയ്യുന്ന അറബി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന പാത്രിയർക്കീസിന്റെ പേര് മാറ്റി ആ സഭയുടെ ആരാധനക്രമവും വേഷഭൂഷാദികളൊക്കെ ഉപേക്ഷിച്ച് ഒരു തനിമ കാണിക്കണ്ടേ, അന്തസ് കാണിക്കണ്ടേ? അവരത് ചെയ്യത്തില്ലല്ലോ. ഈ ഒരു ചിത്രം, ഇതെന്താണ് ഈ ചിത്രം നമ്മളിപ്പോ ഈ കാണുന്നത്? ഇത് വിയന്നയിലാണെന്ന് എന്റെ ഓർമ്മ. ഒരു ഓക്സ്ഫോർഡില് ഒരു മിഷൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു.
മിഷനറീസിന്റെ മീറ്റിംഗ്. അതിൽ എല്ലാ സഭക്കാരെയും ക്ഷണിച്ചിരുന്നു, സഭയിലെ പിതാക്കന്മാരെ. അതിൽ ബസേലിയോസ് ഗീവർഗീസ് രണ്ടാമൻ കാതോലിക്കോസും അദ്ദേഹത്തിന്റെ അനുയായികളായി 2 മെത്രാന്മാരും കൂടി ഓക്സ്ഫോർഡിൽ പോയി അതിൽ സംബന്ധിച്ചു. ഇതിലെ എന്താ ഗ്രേറ്റ് ഐറണി, പുറത്തോട്ട് പോകുമ്പോൾ എപ്പോഴും ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാ? ഇന്ത്യൻ ഓർത്തഡോക്സ് എന്നല്ല, ഓർത്തഡോക്സ് സിറിയൻ എന്നല്ല. അവർക്കറിയാം അതൊരു മണ്ടൻ പദപ്രയോഗമാണെന്ന്. അവര് കള്ളത്തരത്തിൽ അവിടെയെല്ലാം പറഞ്ഞു നടന്നത് ഞങ്ങൾ കേരളത്തിലെ സുറിയാനി ഓർത്തഡോക്സ് സഭക്കാരാണ്, പുരാതന സഭയാണ്. അതെല്ലാവരും അന്നേരം ഐഡന്റിഫൈ ചെയ്യാം. ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം ലോകത്തിൽ ആരും കേട്ടിട്ടില്ലാത്ത ഒരു ക്രിസ്തീയ അധികാരിയുമായ അല്ലെങ്കിൽ അല്പമെങ്കിലുമോ ചരിത്രം അറിയാവുന്ന ആരും കേട്ടിട്ടില്ലാത്ത ഒരു പദപ്രയോഗം. ബട്ട് they presented themselves as the authentic Syrian Orthodox Church. അതുമൂലം കിട്ടാവുന്ന മാന്യതകൾ മുഴുവനും എന്താ, എനിക്കിത് ഇങ്ങനത്തെ പദങ്ങൾ ഉപയോഗിക്കുന്നതിലും പ്രയാസമുണ്ട്, എങ്കിലും പറയാതെ നിവൃത്തിയില്ല. ഞെളഞ്ഞിരുന്ന് അതൊക്കെ സ്വീകരിച്ചു. ഓക്കെ, it was duplicitous. ചതിവ്, എന്താ ഇരുമുഖം കാണിക്കുന്നതിനാണ് duplicitous of the IOC to pretend that they were the original Syrian Orthodox Church of Malankara after declaring themselves to be autocephalous and Indian Orthodox, and also secretly, as the talks progressed in Padea Seminary and Devalokam, saying to the Syrians, we are willing to accept the 7 councils, accept കൽക്കദോന്യ സുന്നഹദോസിലെ കാനോനാകൾ, 3 സുന്നഹദോസുകളല്ല, എല്ലാം അംഗീകരിക്കുവാനും നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരുവാനും സന്നദ്ധരാണ് എന്നെല്ലാം പറഞ്ഞവരാണ്. പക്ഷേ പൊതുവേദികളിൽ, മറ്റ് എക്യുമെനിക്കൽ വേദികളിൽ എപ്പോഴും ഇവർ സ്വയം വിശേഷിപ്പിച്ചത് ഞങ്ങൾ പുരാതന മലങ്കര സുറിയാനി ഓർത്തഡോക്സുകാരാണെന്നാണ്. അപ്പൊ അതിനെപ്പറ്റി ഗീവർഗീസ് രണ്ടാമൻ കാതോലിക്കോസിനെ റഷ്യക്കാർ പാത്രിയർക്കൽ ബഹുമതികളോടെയാണ് ജെറുസലേമിൽ സ്വീകരിച്ചത്. അത് ഇന്ത്യൻ ഓർത്തഡോക്സ് ആയിട്ടല്ല, താൻ സുറിയാനി ഓർത്തഡോക്സ് ആണെന്നും പറഞ്ഞാണ് ചെന്നത്. അപ്പൊ റഷ്യക്കാരും ആദ്യമൊക്കെ വിചാരിച്ചത് ഇതാണ് ശരിയായ സുറിയാനി ഓർത്തഡോക്സ്. പക്ഷെ അവര് മണ്ടന്മാരൊന്നുമല്ല. അവര് അധികം താമസിയാതെ തന്നെ ആൻഡ്രോണിക്ക് വന്നപ്പോൾ ആദ്യത്തെ 30കളിൽ തന്നെ മനസ്സിലാക്കി സഭ വിഭജിച്ച് നിൽക്കുകയാണ്. ഈ കൂട്ടര് ആണ്, ഇവർ ഒരു കൂട്ടര് മാത്രമാണ് അവരെ സമീപിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ശരിക്കും യാക്കോബായക്കാര് എന്നൊരു വിഭാഗം കേരളത്തിലുണ്ടെന്നും അവർ സത്യവിശ്വാസത്തിൽ നിൽക്കുന്നവരാണെന്നും വിശ്വാസത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കോ ഒത്തുതീർപ്പിനോ അവർ തയ്യാറാവില്ല എന്നും റഷ്യക്കാർക്ക് മനസ്സിലായിരുന്നു. ആബ്സല്യൂട്ട്ലി. പക്ഷേ അവരുടെ അധികാരത്തിന്റെ അന്തർപുരങ്ങളിലേക്കൊന്നും എത്തി നോക്കാൻ പോലും റഷ്യക്കാർക്ക് സാധിച്ചില്ല. നമ്മളിപ്പോ ഈ പറഞ്ഞ ഒരു സെഷനെ സംബന്ധിച്ച് ചുരുക്കി പറഞ്ഞാൽ, ഈ IOC-യുടെ ഒരു റഷ്യൻ ബാന്ധവത്തിനുള്ള ഫെയിൽഡ് അറ്റംപ്റ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു പെർസ്യൂട്ട്സ്, അപ്പൊ അവരുടെ ആ ഇന്റൻഷൻസും മോട്ടീവ്സും അവരുടെ ഒരു ഇന്റഗ്രിറ്റി ഒക്കെ വെളിപ്പെടുത്തുന്നതാണ് ഈ ഒരു സ്റ്റോറി. ഇന്റഗ്രിറ്റി ഇല്ലായ്മ, യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ അവസരത്തിനൊത്ത് മലക്കം അറിയുവാൻ സാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. ഇത് നമ്മളുടെ കൂടെ നിന്നിരുന്ന നമ്മളുടെ സഭയുടെ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളായിരുന്ന മഹൽ വ്യക്തികൾ എങ്ങനെ ഇപ്രകാരം യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ അധാർമികമായി, ഇത് ക്രിസ്തു മതം എന്ന് വേണ്ട, നമ്മളുടെ പുരാതനമായ ഹിന്ദു മതത്തിലും ബുദ്ധമതത്തിലും ഇന്ത്യയിലെ ഏത് പുരാതന മതത്തിലും സത്യം എന്നതാണ് ഏറ്റവും അടിത്തറയായിട്ടുള്ളത്. സത്യമേവ ജയതേ എന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ആപ്തവാക്യം. അത് അല്പ ലേശം പോലും താണ്ടിയിട്ടില്ലാത്ത ജനം എങ്ങനെ ഇവര് ഇപ്രകാരം അധപ്പതിച്ചു പോയി എന്നുള്ളത് വളരെ സങ്കടകരമാണ്. നമ്മളുടെ തന്നെ ബന്ധുക്കളും സ്നേഹിതരും നമ്മളുടെ ഭാഗമായിരുന്ന ഒരു കൂട്ടം ജനമാണ്. അവരൊരു പാതയിൽ കൂടി കാല് വെച്ചുപോയി. ഇനി അവർക്ക് പുറകോട്ട് എടുത്താൽ അതൊരു ലോസ് ഓഫ് ഫേസ്, മുഖത്തിന്റെ ശോഭ നഷ്ടപ്പെടുമെന്ന ഒരു തോന്നല്. മുൻപോട്ട് പോകാനും മേല. കാരണം ഇപ്പോൾ ഓറിയന്റൽ ഓർത്തഡോക്സ് എന്ന കൂട്ടായ്മയിൽ നിന്നും അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവരതിന്റെ ഭാഗമല്ല. അപ്പോൾ ആകെ വെപ്രാളമായിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? റഷ്യക്കാരുമായി കൂടണമെന്നൊക്കെ ഉള്ളത് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യമല്ല. കാരണം നമ്മൾ ടച്ച് ചെയ്യാവുന്ന മറ്റൊരു ഡീറ്റെയില്, റഷ്യക്കാർ ചർച്ചകളുടെ അവസാനം നല്ല ഒരു പോസിറ്റീവ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിന്ന അവസരത്തിൽ റഷ്യക്കാർ പറഞ്ഞത്, അപ്പോൾ നമ്മളുടെ തക്സ കൊണ്ടുവരാം, ഞങ്ങളുടെ കുർബാനക്രമം ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ പഠിപ്പിക്കാം, പിന്നെ റഷ്യൻ ഭാഷ തന്നെ നിങ്ങൾ പഠിക്കണമല്ലോ, അതില്ലാതെ റഷ്യൻ കുർബാന എങ്ങനെ ചൊല്ലും? ഇതൊക്കെ കേട്ടപ്പം IOC-ക്കാർ അന്താളിച്ചു പോയി. അവരൊരിക്കലും നനച്ചില്ല അവിടം വരെ പോകുമെന്ന്. പക്ഷെ റഷ്യക്കാരും പറയുന്നത്,
ഞങ്ങളുടെ ഭാഷയിലല്ലാതെ ഈ കുർബാന ചെല്ലാൻ പറ്റില്ല. എത്ര ബുദ്ധിമോശമരം വക്രത നിറഞ്ഞതുമായ ഒരു നീക്കമായി പോയി ഇത്. അതെ, നമ്മുടെ സാധാരണ അൽമായരായ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് എന്ന് പറയുന്ന ആ സത്യവിശ്വാസത്തെ സ്ഥാപിക്കുവാനും ആ സത്യവിശ്വാസത്തെ നിലനിർത്തുവാനും നമ്മുടെ പിതാക്കന്മാർ എത്ര ത്യാഗവും സഹിച്ചെന്നും എത്ര വില കൊടുത്തെന്നും മനസ്സിലാക്കണം. എത്രമാത്രം പീഡനങ്ങളും അപമാനങ്ങളും നിന്ദകളും ആക്ഷേപങ്ങളും ഈ ഈസ്റ്റേൺ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നേറ്റു. അത്രമാത്രം നമ്മളെ പരിഹസിക്കുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്ത് അവരുമായിട്ട് ഒരു ചർച്ചയ്ക്കൊക്കെ തുനിയുക എന്നുള്ളതല്ല, ഇത് വർഷങ്ങളോളം അവരെ താമസിപ്പിക്കുകയും അവരുമായിട്ട് ചങ്ങാത്തം തുടരുകയും ഇപ്പോഴും ആ റഷ്യൻ ബാന്ധവം തുടരുവാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ IOC വിഭാഗം മെത്രാച്ചന്മാര് എന്ന് പറഞ്ഞാൽ നീചന്മാരും അധമന്മാരും നിർഗുണന്മാരും ഹീനന്മാരും ആണെന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്താണ് തെളിവ് വേണ്ടത്? ഇവരുടെ വിശ്വാസത്തോടൊന്നും ഇവരേറ്റുപറയുന്ന പ്രാർത്ഥനകളോടോ ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണത്തോടോ ഏറ്റുപറയുന്ന തുബ്ദനോടോ ഒന്നും യാതൊരു ആത്മാർത്ഥതയോ വിശ്വസ്തതയോ ഒന്നും ഇവർക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് സത്യവിശ്വാസികളായ യാക്കോബായക്കാർ ഇത്തരത്തിലുള്ള നീചജന്മങ്ങളോട് കൃത്യമായ അകലം പാലിച്ച് നിൽക്കുവാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ സാറാനി ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കും. ഇറ്റ് ഈസ് മോസ്റ്റ് അൺഫോർച്ചുനേറ്റ്. നമ്മളെ ശാന്തമായി ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ സഹതാപം മാത്രമേ അവരും അർഹിക്കുന്നുള്ളൂ. ഇന്ത്യൻ ഓർത്തഡോക്സുകാര് എത്രമാത്രം നമ്മളുടെ പാത്രീർക്കീസന്മാരെ അറബികളെന്നും വിളിക്കുകയും നമ്മളെ തന്നെ വെള്ളത്തൊലിക്കാരന്റെ പുറകെ പോയി എന്നൊക്കെ പറഞ്ഞ് നിന്ദ്യമായ ഭാഷയിലും നിന്ദ്യമായ ആശയത്തിലും നിന്ദിച്ചത് നമ്മൾ മറന്നിട്ടില്ല. നമ്മളുടെ പള്ളികൾ പിടിച്ചെടുത്തത് എത്ര ക്രൂരമായ വിധത്തിലായിരുന്നു. 2017 വിധി വന്നപ്പോൾ മുതൽ അതിനു മുൻപും എന്റെ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും കേൾക്കുന്ന വാചകങ്ങളാണ്: പള്ളി പിടിക്കാൻ വരുന്നു, അവിടുന്ന് ഇറക്കി വിട്ടു, അച്ഛനെ തല്ലി, അച്ഛനെ കേസെടുത്തു. ഇത് എത്രയോ നാളുകളായി ഈ ദ്രോഹം യാക്കോബായ സഭയോട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് 2017 ശേഷം ഇപ്പോഴും നമുക്ക് ആർക്കെങ്കിലും മറക്കുവാൻ സാധിക്കുമോ? നമ്മൾ ഇന്റർനെറ്റിലും മീഡിയയിലും പേഴ്സണൽ വെബ്സൈറ്റുകളിലും കണ്ട ആ കാഴ്ചകൾ, ജനങ്ങളെ തല്ലി ചതച്ച് കൈകാലിന് വലിച്ചിഴച്ച് നമ്മുടെ വന്യരായ മെത്രാപ്പൊലിത്തമാരെയും ഇപ്പോഴത്തെ നമ്മളുടെ കത്തോലിക്ക ബാവായെ തന്നെയും വലിച്ചു പുറത്തേക്ക് എറിയുന്നതും തല്ലുന്നതും അവഹേളിക്കുന്നതും, നമ്മളുടെ മരിച്ചുപോയവരെ യാതൊരു മനുഷ്യ പറ്റുമില്ലാതെ പട്ടിയെ കുഴിച്ചിടുന്ന പോലെ കൊണ്ടുപോയി കുഴിച്ചിടുക ആഹ്വാനിക്കുന്നത്. അതുപോലെ തന്നെ യാക്കോബാക്കാര് മരിച്ചുപോയ യാക്കോബാക്കാരുടെ കല്ലറകൾ പിടിച്ചെടുക്കുക. ഇപ്പൊ അത്തരത്തില് ഇപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ പിടിച്ചെടുത്ത ഒന്ന് CJ കുര്യന്റെ കല്ലറ ഇപ്പൊ അവരുടെ കയ്യില. പുത്തപ്പള്ളി അവർ പിടിച്ചെടുത്തപ്പോ നിങ്ങളുടെ കുടുംബക്കാരല്ലേ, അക്കരക്കാരല്ലേ? ഞങ്ങളുടെ ബന്ധുക്കാരാ, ഞങ്ങളുടെ കുടുംബമല്ല, ബന്ധുക്കാരാ. അപ്പൊ നിങ്ങൾ അവിടെ പ്രത്യേകം അവർ പണിത പള്ളിയാണ്, പക്ഷെ ആ പള്ളി പിടിച്ചെടുത്തു. അങ്ങനെ CJ കുര്യന്റെ കല്ലറ അവർക്ക് സ്വന്തമായി. അതുപോലെ തന്നെ കണിയാമ്പറമ്പി കുര്യൻ കോർപ്പിസ്കോപ്പയുടെ കല്ലറ ഇവരെ പള്ളി പിടിച്ചപ്പോൾ അവർക്ക് കിട്ടി. പിന്നെ പരിമല കൊച്ചു തിരുമേനി യാക്കോബാക്കാരനായിരുന്നു, പത്രോസ് പാത്രിക്കീസ് വാഴിച്ചത്. അതിവിടെ പലരും എതിർത്തെന്നൊക്കെ വരും, കാനോനികമല്ലാതെ വാഴിച്ചെന്ന് പറയുന്നത്. അപ്പൊ ഏതാ കാനോനികമാണേലും അല്ലെങ്കിലും പത്രോസ് പാത്രിക്കീസ് വാഴിച്ച യെരുശലേമിൽ കൊണ്ടുപോകാനാണ് പത്രോസ് പാത്രിക്കീസ് ഉദ്ദേശിച്ചത്. മലങ്കരയിലെ ജനങ്ങളുടെ ആഗ്രഹത്തിന് ഇവിടെ വിട്ടിട്ട് പോയതാണ്. അപ്പം യാക്കോബാക്കാരുടെ കല്ലറകൾ മുഴുവൻ ഇവർ പിടിച്ചെടുക്കുകയാണ്. അതിൽ 3 പ്രമുഖ കല്ലറ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ: CJ കുര്യന്റെ കല്ലറ, കണിയാമ്പറമ്പി കുര്യൻ കോർപ്പിസ്കോപ്പയുടെ കല്ലറ, പരിമല തിരുമേനിയുടെ കല്ലറ. അങ്ങനെ കല്ലറ പിടുത്തക്കാരായി മാറിയിരിക്കുകയാണ്. അത് ഞാൻ മുമ്പേ പറഞ്ഞ ആ ലിസ്റ്റ്, ഇത്രത്തോളം എല്ലാം ദ്രോഹങ്ങൾ നമ്മളോട് ചെയ്തിട്ടും നമ്മളുടെ ഉള്ളിലെ വിശ്വാസം നശിച്ചിട്ടില്ലല്ലോ. ബ്രിട്ടീഷുകാരുടെ പരിപാടി നമ്മള് ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ ഈജിപ്തിലെ ശവക്കല്ല മമ്മിയൊക്കെ അവരെടുത്ത് വെച്ചിരിക്കുക. അതൊക്കെ ഈജിപ്തുകാർക്ക് തിരിച്ചു കൊടുക്കണ്ട, അവരുടെ ശവ ഇവര് കൊണ്ടുവച്ചിരിക്കുന്നത്. അത് യൂറോപ്യൻസിന് പല രാജ്യങ്ങളുടെയും കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് കൾച്ചറൽ ആർട്ടിഫാക്ട്സ് യൂറോപ്പിലെ മ്യൂസിയങ്ങളിലും കാഴ്ച ബംഗ്ലാവുകളിലും ഒക്കെയാണ് ഇരിക്കുന്നത്, ലൈബ്രറികളിലും ഒക്കെ. അത് ഇനിയൊരിക്കൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. എന്തുകൊണ്ടാണ് സുറിയാനി കയ്യെഴുത്ത് പ്രതികൾ, 2-ാം നൂറ്റാണ്ട് തൊട്ടുള്ള കയ്യെഴുത്ത് പ്രതികൾ എന്തുകൊണ്ട് എങ്ങനെ ആണ് അതിൽ ഒട്ടുമുക്ക ഭാഗവും ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലും ബ്രിട്ടീഷ് ലൈബ്രറിയിലും ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. ബ്രിട്ടീഷ് ലൈബ്രറി ആദ്യമേ അത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ് വന്നത്, പിന്നെ അവിടുന്ന് അത് ലൈബ്രറിയിലേക്ക് മാറ്റി. How is it that all these books ended up there? അത് വേറൊരു വിഷയമാണ്. I mean, the same thing was going on from ഉദയംപേരൂർ സുന്നവദോസ്. കുറെ അധികം പുസ്തകങ്ങൾ കത്തിച്ചു, ബാക്കിയുള്ളതെല്ലാം കണ്ടുകെട്ടി റോമിലേക്കും ലിസ്ബണിലേക്കും കോയിംബ്രയിലേക്കും ഒക്കെ കൊണ്ടുപോവുകയായിരുന്നു. സോ ദിസ് ഇസ്, പക്ഷെ ഇതെല്ലാമായിട്ടും എന്റെ മനസ്സിൽ, ഐ എം ഷുവർ യു ഓൾസോ ഷിബു, നമ്മൾക്ക് ഇവരുടെ നിസ്സഹായത കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. കാരണം എത്രയൊക്കെയാണേലും നമ്മളിപ്പോഴും പ്രത്യാശയുള്ളവരും ധൈര്യമുള്ളവരുമാണ്. കാരണം നമുക്കൊരു അന്തസ്സത്തയുണ്ട്, ഒരു വിശ്വാസ ഐക്യതയുണ്ട്, വിശ്വാസ സ്ഥിരതയും വിശ്വാസ നിഷ്ഠതയുമുണ്ട്. അതിൽ നിന്ന് നമ്മൾ മാറിപ്പോയിട്ടില്ല. അതാണ് നമ്മളുടെ ജീവനാഡി. വി ആർ ഫങ്ഷനിങ് as perfectly balanced human beings because our foundation is still secure.
ഇന്ത്യൻ ഓർത്തഡോക്സുകാരെ നോക്കുമ്പം ഇവർക്ക് ലക്ഷ്യബോധവും ഇല്ല, അടിസ്ഥാനപരമായ ഒരു വ്യക്തിത്വവും ഇല്ല. ഇവരെ എങ്ങോട്ട് ചാടണമെന്ന് ആലോചിച്ച് എന്ത് ചെയ്താൽ അവർക്കൊരു ബഹുമാന്യത സമൂഹത്തിൽ നേടുവാൻ സാധിക്കും, വെപ്രാളം പിടിച്ച് ഓടുന്നത് കാണുമ്പോൾ സഹതാപം തോന്നുന്നു. അവർക്ക് തന്നെ നല്ല ബോധം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു. അപ്പം ഈ ഒരു സമയം വളരെ തിരക്കേറിയ ജീവിതത്തിലെ അല്പസമയം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്തതിന് താങ്ക് യു. വീണ്ടും മറ്റൊരു അവസരത്തിൽ കാണാം. താങ്ക് യു. താങ്ക് യു.